കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരാത്മീയൻ പറയുന്ന വാക്കുകളാണിത്. ഒരു ജഡികന്റെ വാക്കുകളല്ല, ഒരു ലോക മനുഷ്യന്റെ വാക്കുകളല്ല, സാധാ ക്രിസ്ത്യാനിയുടെ വാക്കല്ല. ഒരാത്മീയന്റെ ഡിക്ലറേഷനാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രശംസ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും പ്രശംസയില്ല. മനോഹരമായി പാടുന്ന ഒരു കുയിലിനെ നോക്കി ഒരു പക്ഷി പ്രശംസിക്കത്തില്ല, അതിനറിയാൻ മേല. ചിറകുകൾ വിരിച്ച് സുന്ദരമായിട്ട് ആടുന്ന മയിലുകളുണ്ട്, അതിനെ നോക്കി ഒരു കഴിവില്ലാത്ത കൊക്ക് പ്രശംസിക്കത്തില്ല. കാരണം അവരുടെ ന്യൂറോ സിസ്റ്റത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ന്യൂറോ സിസ്റ്റം വികസിച്ചത് കൊണ്ട് നമുക്ക് പ്രശംസിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ അത് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് പ്രശംസ. മറ്റുള്ളവരെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും പ്രശംസിക്കാൻ പല കാര്യങ്ങൾ കാണും. മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിന് വേറൊരു വാക്കാണ് പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രശംസ എന്നുള്ള ആദ്യത്തെ വാക്ക് തന്നെ തിരുവചനത്തിലാണ്. എവിടെയാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ പ്രശംസ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരാ. വെളിപ്പാട് പുസ്തകം അരച്ച് കുറുക്കി കലക്കി കാച്ചി കുറുക്കി തരുന്ന ആളാ അതിൽ ദേവദാസനൊക്കെ നമ്മുടെ ഇരിപ്പില്ലേ. ആദ്യമേ പ്രശംസ എന്നൊരു വാക്ക് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലൊക്കെ നോക്കുമ്പോൾ കാണാം, ഒരു പ്രശംസ കാണാം. ഉൽപ്പത്തി 12:15 വായിക്കാം. ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുൻപാകെ അവളെ പ്രശംസിച്ചു. ആരെയാണെന്നറിയാമോ? സാറായെ പ്രശംസിച്ചെന്ന്. കാരണം സാറ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാ. അതുകൊണ്ട് പ്രശംസിച്ചപ്പോൾ സാറായുടെ സൗന്ദര്യം എന്താണെന്ന് സാധാരണക്കാർക്ക് അറിയാൻ മേല. ഈ പ്രശംസിച്ച സ്ഥലം ഈജിപ്റ്റാ. ഈജിപ്തിൽ സാധാരണക്കാരിലെ ഫറവോന്റെ പ്രഭുക്കന്മാരാണ് ഈ പ്രശംസിക്കുന്ന അവിടുത്തെ രാജാവിൻ്റെ. ഈ ഈജിപ്തിൻ്റെ അന്നത്തെ തലസ്ഥാനം ഇന്നത്തെ കെയ്റോ അല്ല, വേറൊരു സ്ഥലമുണ്ട്. അതിന് അന്നത്തെ ഭാഷയെ പറഞ്ഞ ലക്ഷോർ എന്ന വാക്കിൻ്റെ ഈജിപ്ഷ്യൻ അർത്ഥം സുന്ദരികളുടെ നാടെന്ന. മനസ്സിലായോ? ലക്ഷോർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ബ്യൂട്ടീസ്, സുന്ദരികളുടെ നാട്. അതുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരെ ഓറങ്ങ് മാറ്റി ലക്സെന്ന് പേരിട്ടൊരു സോപ്പ് ഇറക്കി, കണ്ടില്ലേ? ഒരു പെണ്ണിൻ്റെ പടവും വെച്ച് ഇറക്കിയിരിക്കുന്നത് തേച്ചാൽ ഇതുപോലെ ആകുമെന്ന. അപ്പം സുന്ദരികളുടെ നാട്ടിൽ ഒരു വിദേശ സ്ത്രീയെ അവിടുത്തെ പ്രഭുക്കന്മാർ പ്രശംസിക്കണമെങ്കിൽ അവർക്ക് എത്ര സൗന്ദര്യമാണ് ചിന്തിച്ച്. അതുപോലെ അടുത്ത പ്രശംസ കാണാം. നമ്മുടെ ശലോമോനെ പ്രശംസിക്കുന്നു. തെക്കേ രാജ്ഞി, നീ ഭാഗ്യവാൻ, നിന്റെ ജ്ഞാനം കേൾക്കുന്നവർ ഭാഗ്യവാൻ, നിന്റെ ഭാര്യ ഭാഗ്യവതി എന്നെല്ലാം പ്രശംസിക്കുന്നു. അപ്പോൾ പ്രശംസ ലോക ആരംഭം മുതൽ ഇന്ന് വരെ പ്രശംസയുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ നല്ലൊരു ജോലി കിട്ടുമ്പോൾ പ്രശംസിക്കും, നല്ലൊരു വീട് പണിതാൽ പ്രശംസിക്കുന്നു, വെരി ഗുഡ്. വിദേശത്ത് പോയി പ്രശംസിക്കുന്നു, പൊസിഷനിലായി പ്രശംസിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു എന്നും പറയും, പ്രശംസിക്കുന്നു. കൊള്ളാം. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ നല്ല നിലയിൽ വന്നാൽ നമ്മൾ പ്രശംസിക്കും. ഇനിയും പ്രശംസയ്ക്ക് രണ്ടാമൊരു ഗുണമുണ്ട്. നമുക്ക് തന്നെ സൈക്കോളജിക്കലി ഒരു അനുഗ്രഹം ഉണ്ടാവും. എന്നാൽ സാധിക്കും, ഏത് കാര്യവും എന്നാൽ ഇത് നടക്കും എന്നകത്തൊരു പ്രശംസ കൊടുത്തു നോക്കിക്കേ. അല്ലേ പോയി എനിക്ക് ഈ പരീക്ഷ നല്ലപോലെ എഴുതാൻ ഒക്കും എന്നൊരക വിറച്ചുകൊണ്ട് എഴുതിയാൽ ഒന്നും കിട്ടത്തില്ല, പേടിച്ച് എഴുതിയാൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ നല്ലപോലെ എഴുതാം, അത് അകത്തെ പ്രശംസ. ഇന്നറാ ഞാൻ ഈ കറി നല്ലതുപോലെ വെക്കും എന്ന് വെച്ച് സൗകര്യമായ കറി വെച്ച് നോക്കിക്കേ ഒക്കും. വെപ്രാളം പിടിച്ചാലുണ്ടല്ലോ ഒന്നുകിൽ ഉപ്പ് കൂടും അല്ലെ പുളി കുറയും. എന്താ അകത്തൊരു പ്രശംസ വേണം. എനിക്കിത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഏത് കാര്യത്തിനും ഒരു പ്രശംസ. എന്നാൽ ലോകത്തിൽ ഒരുപാട് പ്രശംസയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രശംസയ്ക്കല്ല ഒരു ബോർഡറുണ്ട്, അല്ലേ? ധനമുണ്ട്, ധനം പോയാൽ പ്രശംസ തീർന്നു. അധികാരമുണ്ട്, അത് പോയാൽ പ്രശംസ തീർന്നു. ഇതിലെ മന്ത്രി പോകുമ്പോൾ കൊടിവെച്ച കാറേ പോകും, പുറകെ പോലീസ് എസ്കോർട്ട് പോകും, പ്രശംസയുണ്ട്. അതേ മന്ത്രി മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ കൊടിയുമില്ല, പോലീസുമില്ല, ഒറ്റയ്ക്ക് പോകും, ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഈ ലോകത്തിലെ പ്രശംസയ്ക്കെല്ലാം എവിടെയോ ഒരു ടെർമിനേഷൻ, ഒരവസാന പോയിന്റ് ഇല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. സ്ഥാനമാനങ്ങൾക്കൊരവസാനമില്ലേ? ജോലിയിലൊക്കെ നല്ല നിലയിലിരിക്കുന്നു, എല്ലാവരും പ്രശംസിച്ചു, ഒന്ന് പിരിയട്ടെ, റിട്ടയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്യട്ടെ, അവിടെ തീർന്നൊരു നല്ലൊരു സെൻഡ് ഓഫും കൊടുത്ത് എല്ലാവരെയും വിടും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവിടെ ഇരിക്കുന്നവർക്ക് എന്നാ സാറേ കാര്യം? നല്ല മനസ്സുള്ളവനാണെ പറയുന്നത് ഇരിക്കാൻ പറയും, അല്ലാത്തവൻ അതും പറയത്തില്ല, ഇല്ലേ? അല്ലാത്തവൻ പറയും ഈ പുള്ളി ഇവിടെ ഇരുന്നപ്പോൾ ചെയ്ത തെറ്റെല്ലാം വിളിച്ച് പറയും.
സ്തോത്രം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്താ ലോകത്തിലെ പ്രശംസയ്ക്കല്ല ഒരു ടെർമിനേഷൻ പോയിന്റ് ഉണ്ട്. സൗന്ദര്യം നല്ലതാ, അതിന് ടെർമിനേഷൻ പോയിന്റ് ഉണ്ട്. സൗന്ദര്യം പോയി കഴിയുമ്പോൾ ആരും നോക്കത്തില്ല. ആരോഗ്യത്തിനൊരു പ്രശംസയുണ്ട്. ശ്രദ്ധിച്ചാൽ കാണാം, നല്ല തടിയൊക്കെ ഉള്ളപ്പം ആ വലിയൊരു പ്രശംസയാണ്. ലോകത്തെ ഇന്ത്യയെ വളരെയധികം കിടിലം കൊള്ളിച്ച ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു, ദാരാസിംഗ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കാണുമ്പോഴേ ജനത്തിന് പേടിയാണ്. ഒടുവിൽ അദ്ദേഹം ഒരു വലിയൊരു പേര് കേട്ട ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത നേഴ്സിനോട് അദ്ദേഹം കരഞ്ഞപ്പോൾ ചോദിച്ച നേഴ്സ് ചോദിച്ചു, താങ്കൾ എന്തിനാ ഇത്രയും കരയുന്നു? ഇത്രയും പണമുള്ള, ഇത്രയും പ്രശസ്തൻ, താങ്കൾ ഇവിടെ വന്നതിന് ഞങ്ങൾക്കൊരു വലിയ പ്രശംസ, ഇന്നയാളിനെ ഞങ്ങളെ ട്രീറ്റ് ചെയ്യാൻ. അന്നേരം പറഞ്ഞു, ഞാൻ നിർഭാഗ്യവാനാ, എൻ്റെ കൈ തെറിപ്പിച്ചാൽ അനേകർ പോയിട്ടുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ മൂക്കേൽ ഒരു ഈച്ച ഇപ്പം വന്നിരുന്നിട്ട് എനിക്ക് അനക്കാൻ ഒക്കുന്നില്ല, എൻ്റെ പ്രശംസ തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ലോകത്തിലെ എല്ലാത്തിനും ഒരു പ്രശംസയുണ്ട്, പക്ഷെ ലോകത്തിലെ സകല പ്രശംസയ്ക്കും ഒരു സ്ഥാനമുണ്ട്, ഇല്ലേ? എന്നാൽ ഒരു സ്ഥാനത്തിനും കുറവില്ലാത്തതും നിത്യതായിട്ടുള്ളതുമായ ഒരൊറ്റ പ്രശംസയേ ഉള്ളൂ. അതാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഞാൻ ക്രൂശ് എന്നിവിടെ തിരുവചനം അർത്ഥമാക്കുന്നത് തടി കൊണ്ടോ സ്വർണം കൊണ്ടോ വെച്ച സാധനമല്ല, അതൊരു മെറ്റീരിയൽ ക്രോസാണ്. ആ ക്രോസിനെ അല്ല നമ്മളിവിടെ ലക്ഷ്യമാക്കുന്നത്. നമ്മൾ ലക്ഷ്യമാക്കുന്നത് കുരിശിനൊരു ശക്തിയുണ്ട്. ആ ശക്തി അനുഭവിക്കുന്നവർക്ക് പ്രശംസിക്കാനൊക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് പ്രശംസിക്കാനൊക്കത്തില്ല. എന്താ? അത് നമ്മൾ അനുഭവിക്കണം. ആ ക്രൂശ് ക്രൈസ്തവ ലോകം ആദരിക്കുന്നു, അക്രൈസ്തവ ലോകം പോലും കുരിശ് ആദരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും ക്രൈസ്തവ ലോകത്തിനല്ല അക്രൈസ്തവ ലോകത്തിനും ക്രൂശ് കാണുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആ തടിയോ സ്വർണമോ കൊണ്ടുള്ള ക്രൂശിനെ കുറിച്ചല്ല ദൈവമക്കളായ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ആ ക്രൂശിനകത്തൊരു സന്ദേശവും ഒരു പവറും ഉണ്ട്. അതെ നമ്മൾ പ്രശംസിക്കണമെങ്കിൽ നമുക്കത് വേണം. കുമ്പനാട്ട് നമ്മളെല്ലാവരും പോയവരല്ലേ, എന്നാ ആൾക്കൂട്ടമായിരുന്നു, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും നേരെ ഇല്ലായിരുന്നു, ശരിയല്ലേ? മിനിഞ്ഞാന്ന് ഞാൻ അതിലേ പോയി, ഒറ്റ കാറും ഇല്ല. അവിടെ ഞാൻ ആ ഗ്രൗണ്ടിൽ കയറി, നമ്മളിതൊക്കെ പഠിക്കണം. ആ ഗ്രൗണ്ടിൽ കയറി 6-7 പൈപ്പും കിടപ്പുണ്ട്, കുറച്ച് കടലാസും കിടപ്പുണ്ട്. 6-7 പൈപ്പ് കിടപ്പുണ്ട്, കൺവെൻഷൻ്റെ പൊളിച്ചതിൻ്റെ, കുറച്ച് കടലാസും കിടപ്പുണ്ട്. സംഭവം എന്നാ, കാണുന്ന മനുഷ്യൻ തീർന്നു. ഈ തലമുറയോടെ ക്രൂശിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ തമ്പുരാൻ അനുവദിച്ചിരിക്കുന്ന സമയം തീരുക. ആ ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം ക്രൂശിനൊരു ശക്തിയുണ്ട്. ക്രൂശ് ആ മെറ്റീരിയൽ ക്രോസ് അല്ല, ദൈവം തമ്പുരാൻ നിശ്ചയിച്ച പരിപാടിക്ക് ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് പ്രശംസിക്കാനൊക്കത്തുള്ളൂ. ഇതുപോലെ ക്രൂശിൽ പ്രശംസിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ക്രൂശിൻ്റെ മറ്റുള്ള പ്രശംസകൾ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ സകല പ്രശംസയെ തീരും. സമ്പത്ത്, സ്ഥാനമാനം, പേര്, പ്രശസ്തി, ഡിഗ്രി, സുഖസൗകര്യങ്ങൾ എല്ലാം ഈ ലോകത്തിലുള്ളതാണെങ്കിൽ അത് മുഴുവൻ ഈ ലോകത്തിൽ തീർന്നു കഴിയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് വരാൻ ഒരൊറ്റ പ്രശംസാ വിഷയമേ ഉള്ളൂ. ആ പ്രശംസാ വിഷയമാണ് ക്രൂശിൻ്റെ ശക്തി. അതിൽ ഇവിടെ പ്രശംസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമുക്ക് ക്രൂശിൻ്റെ ശക്തി സ്വർഗത്തിൽ ചെന്ന് പ്രശംസിക്കേണ്ട, ക്രൂശിൽ കൂടി നമ്മളുടെ വന്നെന്ന് പറയാം. 2 കാര്യമാണ്. ഒന്ന്, ക്രൂശിൻ്റെ ശക്തി നമ്മളുടെ പാപം മാറ്റി, അത് നമ്മൾ സ്വർഗത്തിൽ കയറി പറയും, കുഞ്ഞാടേ നീ അർക്കപ്പെട്ടു, അല്ലേ? എന്നാൽ ക്രൂശിൻ്റെ ശക്തിയിൽ പാപക്കറ മാറിയവർക്ക് ആ ക്രൂശിൻ്റെ ശക്തി കൊണ്ട് പാപക്കറ മാത്രമല്ല മാറിയത്, കുറച്ച് കാര്യങ്ങൾ പ്രശംസിക്കാൻ ഇവിടെ ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ സോവറിൻ പ്ലാൻ. യുഗങ്ങൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവമക്കൾക്കറിയാം അർക്കപ്പെട്ട കുഞ്ഞാടെന്നൊരു തീരുമാനം സ്വർഗത്തിൽ എടുത്തത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾ മാറ്റുക മാത്രമല്ല, അതിനകത്ത് നമുക്ക് തുടർന്ന് ജീവിക്കാനുള്ള കുറച്ച് എനർജി തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ലോകത്തിൽ ജീവിക്കാൻ കുറച്ച് എനർജി വേണം. ആ എനർജി സ്വർഗം നമുക്ക് ആ ക്രൂശിൽ കൂടി തന്നിട്ടുണ്ട്. ആ എനർജി അനുഭവമാക്കുന്നവർക്ക് പ്രശംസിക്കാനൊക്കത്തുള്ളൂ.
ഈ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ഉടനെ ഹല്ലേലൂയ അങ്ങ് എടുത്തോണ്ട് പോകുകയല്ല, അത് ചെയ്യുന്നുണ്ട്. മഹോപദ്രവ കാലത്തെ യഹൂദന്മാരിൽ ഒരു കൂട്ടരെ അവർ കർത്താവിൻ്റെ ഇവനാണ് മശിയ എന്ന് ചിന്തിക്കുമ്പോൾ നിമിഷങ്ങൾക്കകം എതിർ ക്രിസ്തുവിൻ്റെ തോക്ക് ഓൺ ചെയ്യുന്നതിന് മുൻപേ അവർ അപ്രത്യക്ഷരാകും. അത് നമുക്കറിയാം, വെളിപ്പാട് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ. എന്നാൽ ഇവിടെ അങ്ങനല്ല. ഒരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷകനെ സ്വീകരിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ തുടർന്നുള്ള ആയുസ് ജീവിക്കുവാൻ അവന് ഇന്ധനം വേണം, അവന് പവർ വേണം, അവന് എനർജി വേണം. അത് തരികയാണ് ക്രൂശി ചെയ്യുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടർന്ന് ജീവിക്കുവാൻ നമ്മുടെ വാഹനം എത്ര പുതുതാണെങ്കിലും ഓടുവാൻ ഒരു എനർജി ഒഴിക്കുന്നത് പോലെ, ഗ്യാസ് ഒഴിക്കുന്നത് പോലെ നമ്മൾക്ക് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വരവ് വരെ അഥവാ നമ്മുടെ ഓട്ടം തീരുന്നിടം വരെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരു ശക്തി വേണം. ആ ശക്തിയുടെ വിവിധ രീതിയിലുള്ള അനുഭവങ്ങൾ ക്രൂശിലുണ്ട്. അതിൽ ഒന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. കൊലോസ്യർ 1:20. അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. നോക്കിക്കേ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്തുകൊണ്ട് ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു? അവൻ 2000 വർഷം മുമ്പേ AD 30 ഏപ്രിൽ ആ കാൽവറി മലയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് 2000 വർഷം കഴിഞ്ഞു. ഈ 2019 ജാനുവരി 31-ാം തീയതി തിരുവല്ലായി താമസിക്കുന്നവർക്ക് സമാധാനം. AD 30 ഏപ്രിൽ മാസത്തിൽ അവിടെ രക്തം ചൊരിഞ്ഞു. ആ രക്തം കൊണ്ട് 2019 ജാനുവരി 31-ൽ തിരുവല്ലായിൽ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്ക് സമാധാനം. ഇതെങ്ങനെ നടക്കും? അതാണ് ദൈവത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ ഇല്ലാത്തൊരു സാധനം സമാധാനമേ ഉള്ളൂ. ഇനി അഥവാ സമാധാനം ഉണ്ടാക്കിയാലുണ്ടല്ലോ അതെല്ലാം നിഷ്പ്രയാസം സമാധാന ഉടമ്പടികളുണ്ടാകും. രാഷ്ട്രീയക്കാരും ലോക ചരിത്രത്തിലെ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സമാധാന കടലാസിനകത്ത് ഒപ്പിടും. മിനിറ്റുകൾക്കകം അത് തീർന്നു. ശരിയല്ലേ? തകർന്നു. എവിടെയെങ്കിലും സമാധാനമുണ്ടോ? വയലേലകളിൽ മുതൽ ഫാക്ടറി വരെ ചെന്ന് ലാബറട്ടറി സമാധാനമുണ്ടോ? ഹോസ്പിറ്റലിൽ സമാധാനമുണ്ടോ? വേണ്ടല്ലോ. വീട്ടിൽ സമാധാനമുണ്ടോ? വീടുകളിൽ സമാധാനമുണ്ടോ? കുടുംബത്തിലുണ്ടോ? ബസ് സ്റ്റാൻഡിലുണ്ടോ? ഒരിടത്ത് സമാധാനമില്ല. കാരണം അത് തിരുവചനത്തിന് നിവൃത്തിയാ. സമാധാനം പൂർണ്ണമായിട്ട് എടുക്കാൻ പോവുക. എതിർ ക്രിസ്തുവിൻ്റെ 1-ാമത്തെ രാജമുടിയാ സമാധാനം എടുത്തു കളയുന്നത്. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സമാധാനം എടുത്തു കളഞ്ഞു. അതിൻ്റെ ആരംഭമാണ് ലോകത്തിൽ സമാധാനമില്ല. എന്നാൽ അതിനകത്ത് സ്വർഗം ഒരു കാര്യം പറയുന്നു, കർത്താവ് ഒരു കാര്യം പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 14:27 യോഹന്നാൻ. ആ സമാധാനം ക്രൂശിൽ കൂടി ലഭിച്ചെന്ന് പറയുന്നു. അതെങ്ങനെ കിട്ടി? ആ സമാധാനം നമുക്ക് ക്രൂശിൽ കൂടി നോക്കി. ഈ സമാധാനം ഇല്ലാതിരിക്കാനും പാപം തന്നെയല്ല കാരണം. ലോകത്തിൽ ഒരു സിസ്റ്റമുണ്ട്. ആധുനിക ശാസ്ത്രം പോലും ആ ചിത്രത്തിൻ്റെ മുമ്പിൽ അറച്ചു നിൽക്കുന്നു. സമാധാനം നഷ്ടപ്പെടാൻ ഒരു സിസ്റ്റമുണ്ട്. ആരും പാപം ചെയ്തിട്ടല്ല. ഇതേ ഒരു വാക്കുണ്ട് അതിന്, ദ്രവത്വം, മോർട്ടാലിറ്റി. ഈ ഭൂമി ദ്രവത്വത്തിലേക്ക് മാറുകയാണ്. ആ ദ്രവത്വം കൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാകത്തില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോ സഭാ നേതാവിനോ തീർക്കാനൊക്കത്തില്ല. കാരണം ഒരു സിസ്റ്റമാണ്. സയൻറ്റിഫിക്കലി അതിനൊരു വാക്കുണ്ട്. ഇന്ന് വരെ അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രം അതിനിട്ടിരിക്കുന്ന ഒരു വാക്കാണ് എൻട്രോപ്പി. അതിനൊരു നല്ല മലയാളം പരിഭാഷ പോലും ഇല്ല. പിന്നെ വേണേ നമുക്ക് നാടൻ ഭാഷ പറയാം, ക്രമത്തെ തകർക്കുന്ന ക്രമക്കേട്. ഇത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണശാല മുതൽ ഇവിടുത്തെ തിരുവല്ലയിലെ അമ്മാമ്മയുടെ കിച്ചണിൽ വരെ ഇതുണ്ട്. എൻട്രോപ്പി. അതിനെതിരെ ഒരു മരുന്നുമില്ല. ഒറ്റ മരുന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സമാധാനം. എന്താ എൻട്രോപ്പി എന്ന് കേട്ടോണം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അമേരിക്ക ചൊവ്വയിലേക്ക് ഒരാളിനെ വിടുന്നു. സങ്കല്പിച്ചു, 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അമേരിക്ക ചൊവ്വയിലേക്ക് ഒരാളെ വിടാൻ പോവുക. അമേരിക്കയ്ക്ക് അങ്ങ് കംപ്ലീറ്റ് അവധി. ലോകം നമ്മളെല്ലാം TV-യിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. വൈകിട്ട് 5 മണിക്ക് അവരുടെ ആ നിലയത്തിൽ ചെന്ന് ഫ്ലോറിഡയിലോ ഹൂസ്റ്റണിലോ എവിടെയെങ്കിലും അല്ലേ ചെന്നിട്ട് വൈകിട്ട് 5 മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരാൾ ചൊവ്വയിലേക്ക് പോകുന്നു. എന്നെ ആഹ്ലാദം. 5.5 കോടി മൈൽ അകലെ പോകാൻ പോകുക അവർ. പുള്ളി അമേരിക്ക ഏതിനും പ്രശംസിക്കുന്നവർ. അവർ അമേരിക്കയ്ക്ക് ഫുൾ അവധിയും കൊടുത്തു.
അപ്പോൾ എല്ലാവരും ടി വിയുടെ മുമ്പിൽ ഇതും കണ്ടുകൊണ്ടിരിക്കുക. 4:50 ടി വി കാണാം, നിങ്ങൾക്കും കാണാം, എനിക്കും കാണാം. അവിടെ അനൗൺസ്മെൻറ്റ്, ഡൊണാൾഡ് ട്രംപ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി, 10 മിനിറ്റേ ഉള്ളൂ, പുള്ളി നടന്നു വരിക. 4:55 ആ സ്വിച്ചിൻ്റെ അവിടെ വന്നു, ഓൺ ചെയ്യാൻ പോവുക. എൻട്രോപ്പി വരുന്ന കേൾക്കണോ? ഉടനെ ഒരു ഇൻഫർമേഷൻ, പസഫിക് സമുദ്രത്തിൽ അതിശക്തമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ചുഴലിക്കാറ്റടിക്കുന്നു, വിടരുത്, സംഗതി തീർന്നു. അതിൻ്റെ പേരാ എൻട്രോപ്പി. ഇനി തിരുവല്ലയിലൊരു അമ്മച്ചി രാവിലെ ഈ കർത്താവിൻ്റെ ദാസൻ്റെ ചർച്ചിൽ, IPCയിലെ ഈ ചർച്ചിലേക്ക് ആരാധനയ്ക്ക് വരും ഒരു അച്ചാനും അമ്മച്ചിയും. നോക്കി, അവർ 7:45 ചെല്ലണം. കറക്റ്റ് 7:45 ഒരു എൻട്രോപ്പി വരുന്ന കേട്ടോണം. നിങ്ങളുടെ എല്ലാ വീട്ടിലും എനിക്കും വരും. ഉടനെ 7:45 വീട് എല്ലാം റെഡി, ഡ്രസ്സ് ചെയ്ത് ബൈബിളും എടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി വീടങ്ങോട്ട് പൂട്ടാൻ നേരത്തെ കതകും തുറന്ന് ഗേറ്റും തുറന്ന് കയറി വരുന്ന ആരെ? രക്ഷിക്കപ്പെടാത്ത അളിയൻ. കേട്ടോണം, ഉപേക്ഷിക്കാനൊക്കത്തില്ല. കാരണം മകനെ സൗദി അറേബ്യയെ കൊണ്ടുപോകാൻ വീസായും മരുമകളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാനുള്ള പേപ്പർ മേടിച്ചു കൊടുത്ത ആളായി വരുന്നത്. മനസ്സിലായോ? വല്ലതും പറയാൻ ഒക്കുമോ? ചിന്തിച്ചു നോക്കിയേ. മകനും മകൾക്കും അക്കരെ പോകാൻ പേപ്പറൊക്കെ റെഡിയാക്കി കൊടുത്ത ആളാ. സ്വന്തം അളിയനും ആ വീട്ടുകാരത്തിൽ ആംഗ്ലയാ, കുണം പിടിച്ചവനുമല്ല. വന്ന് കയറി വിടാനൊക്കുമോ? കയറ്റിയിരുന്ന് 15 മിനിറ്റേ ഉള്ളേ വരാൻ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആംഗ്ലയെ വല്ലതും പറയാനൊക്കെ. എന്നാൽ ഒരു കപ്പ് ചായ കൊടുത്തേച്ച് അങ്ങ് വിട്ടാക്കാന്നുകൊണ്ട് ഓടിച്ചെന്ന് ഒരു കപ്പ് ചായയൊക്കെ കൊടുത്ത് പുള്ളി ഇത് കുടിച്ചേക്ക് എടുത്തത് മലയാള മനോരമയുടെ വാരാന്ത്യപ്പതിപ്പം പിടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എൻട്രോപ്പി. ശരിയാണോ? തകർത്ത് രാവിലെ ഒരു കല്യാണത്തിന് റെഡി, ഒരുങ്ങി അടിയായിട്ട് അവിടെ പോകാൻ പോവുക. സാരി ഷർട്ട് തേക്കണം, മാറണം, പോകണം, റെഡി. അങ്ങോട്ട് ചെന്ന് പ്ലഗ് കുത്തി, അന്നേരം കറണ്ടില്ല. അതിൻ്റെ പേരാ എൻട്രോപ്പി. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട്. അത്യാവശ്യമായിട്ട് യാത്ര പോകും. ഒത്തിരി ഉദാഹരണം പറയാം. ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഒത്തിരി ഉദാഹരണങ്ങൾ പറയാം. എൻട്രോപ്പി വളരെ ക്ഷീണിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഒരു നാരങ്ങ വെള്ളം കുടിക്കണം, നിർത്താം. പേഴ്സ് എടുത്തപ്പോൾ 500 കുറഞ്ഞ നോട്ടുമില്ല. 10 രൂപയുടെ നാരങ്ങ വെള്ളം കൊടുത്ത് 500 കൊടുത്ത് അവൻ വേറെ ഭാഷ പറയും. ഇതാണ് ക്രമത്തെ തകർക്കുന്ന ഒരു ക്രമക്കേട്. നമ്മുടെ അടുക്കള മുഴുവൻ മുതൽ അങ്ങ് പരീക്ഷണശാല വരെ ജോലി വിലയുണ്ട്. അതിനെ ജയിക്കാൻ ശാസ്ത്രത്തിന് കഴിയത്തില്ല. എന്നാൽ ക്രൂശ് പറയുന്നു, ഞാൻ അതിനെ ജയിക്കും. കാരണം ക്രൂശിൻ്റെ ശക്തി ക്രമക്കേടുകളെ തകർക്കാനുള്ളതാ. ക്രമത്തെ ക്രമപ്പെടുത്തുക മാത്രമല്ല, ക്രമക്കേടുകളെ തകർക്കാൻ ക്രൂശിന്റെ ശക്തി ഇങ്ങനെ വരുമ്പം പറയും, നിന്നാൽ ഞാൻ മതിൽക്കൂട്ടത്തിന്റെ ജനക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഐ വിൽ ക്രോസ് ദ വാൾ. എന്താ? എൻ്റെ ക്രൂശിന്റെ ശക്തിയാൽ ഞാൻ ഈ മതിൽ ചാടും. എൻ്റെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശക്തിയാൽ ഈ ജനക്കൂട്ടം, എനിക്കെതിരെ നിൽക്കുന്ന മനുഷ്യരല്ല, ശത്രുവിന്റെ ശക്തിയെ ഞാൻ എതിരിടും, ഈ എൻട്രോപ്പിയെ ഞാൻ നേരിടും എന്ന് പറഞ്ഞു നോക്കിക്കേ, നമ്മൾ ജയിക്കും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. സമാധാനം, സമാധാനം തരുന്ന മാർഗമാണ് ഞാൻ പറയുന്നത്. ആ സമാധാനത്തിന്റെ പേരാ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. വീട്ടിൽ പ്രയാസം, ക്രൂശിൽ കൂടിയുള്ള സമാധാനമാണ്. അവൻ സമാധാനം തരും. സാമ്പത്തികം തകർന്നു, ജോലി പോയി, വരുമാനമില്ല, തീർന്നു, സംഗതി തീർന്നു. ശ്രദ്ധിച്ച് നോക്കിക്കേ, സമാധാനം എല്ലാം തീർന്നില്ലേ? അന്നേരം ക്രൂശിനൊരു സമാധാനത്തിൻ്റെ പവറുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളണം. സകലതും തകർന്നു. പത്രോസ് താൻ കർത്താവിനെ പിൻപറ്റിയപ്പോൾ നമുക്കറിയാം, വള്ളവും വിട്ടു, വലയും വിട്ടു. ഗലീല കടൽപ്പുറത്ത് മീൻ പിടിക്കുന്ന പുള്ളി. തീർന്നില്ല. നമ്മൾ പഠിച്ചാൽ കാണാം, എല്ലാവർക്കും പോയി മീൻ പിടിക്കാനൊക്കത്തില്ല. അവിടെ നിന്ന് അനുവാദം വേണം. അവിടുത്തെ പീലാത്തോസിൻ്റെയും റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അനുവാദം ഇല്ലാത്ത അവർക്ക് പൈസ ഉണ്ടാക്കണം. അതിനാ പ്രൈസലോട്. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ലൈസൻസ് എടുക്കണം. അന്ന് ലൈസൻസ് ഇല്ല, അനുവാദം വേണം. പുള്ളിയുടെ 3.5 വർഷമായി ലൈസൻസ് പോയി. കർത്താവിൻ്റെ കൂടെ കൂടിയതാണ്. വള്ളവും വിട്ടു, വലയും വിട്ടു. ഇപ്പോൾ ഒരു പരിപാടി അറിയാൻ മേല. കർത്താവ് മരിച്ചു, ഉയർത്തു, അതും അറിയാം. പക്ഷേ വേറെ ഒരു ഉറപ്പുമില്ല. ഇങ്ങനെ ഉറപ്പില്ലാതെ ഒത്തിരി പേര് നമ്മുടെ ഇടയിലും ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ്. ആകപ്പാടെ ഒരു വൈബ്രേഷൻ, ചാഞ്ചാട്ടമാണ്. നമ്മുടെ അനുഭവത്തിലേക്ക് ഒട്ടിച്ച് പറയാം. ജോലി പോയി, ബാങ്കിൽ കിടന്ന കാശ് തീർന്നു, കൊടുക്കാനുള്ള ലോൺ കൊടുത്തിട്ടില്ല, ഈ പേയ്മെൻറ്റ് മുടങ്ങുന്നു. ഇതൊക്കെ സാധാരണ സംഭവമാണ്. മാന്യതയുടെ മുഖംമൂടി കൊണ്ട് ആരും പറയത്തില്ല, അല്ലേ? ഇതൊക്കെ സാധാരണ സംഭവമാണ്. പേയ്മെൻറ്റ് മുടങ്ങുന്നു, കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ സമയം അടുത്തു, ഫൈനും കൂടെ ചേർന്ന് കൊടുക്കേണ്ട സമയം അടുത്തു. ശരിയാണോ? അല്പം കൊടുത്താത്ത പറയാം, ഇലക്ട്രിസിറ്റിയുടെ ബില്ലിൻ്റെ ഫൈൻ ചേർത്ത് കൊടുക്കേണ്ട ഡേറ്റ് തീർന്നു. ഇനി അവർ ഫ്യൂസ് ഊരും.
മാന്യതയുടെ മുഖംമൂടിയിൽ പറയുന്നില്ല പല പ്രയാസം. അന്ന് പത്രോസ് പറയാ, എന്താ ഇതെല്ലാം തീർന്നു, ലൈസൻസും പോയി. നിങ്ങൾ കേട്ടോണം, ലൈസൻസും പോയി, അനുവാദം കിട്ടത്തില്ല, എൻ്റെ വള്ളവും പോയി, വലയും പോയി. എന്നാലും യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ പറയുക, രാത്രിയായോണ്ടാ പറഞ്ഞത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ആരും അറിയത്തില്ല, പോയി പിടിക്കാം. പോയിട്ടൊന്നും കിട്ടിയില്ല. അന്ന് രാത്രിയിൽ സകല നഷ്ടത്തെയും തീർത്തുകൊണ്ട് ക്രൂശിന്റെ സന്ദേശം പറഞ്ഞു, നീ ആഴത്തിലേക്ക് ഇറക്കിക്കോ, ഇഷ്ടം പോലെ കിട്ടും. കണ്ടോ ക്രൂശിന്റെ ശക്തി, കണ്ടോ സമാധാനം തരുന്നത്. തീർന്നില്ല, നീ ഇഷ്ടം പോലെ പിടിച്ചു. അന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് ഒന്നും കിട്ടാതെ, പഴയതെല്ലാം തകർന്ന് ഇനി ഒന്നുമില്ല, കൂടെ ഉണ്ടായിരുന്ന കർത്താവും പോയി, ആരുമില്ല എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞപ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി പറയുക, നീ ആഴത്തിലോട്ടിടെ, എങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ കിട്ടും. സഹോദര സഹോദരി, നീ ദൈവകൃപയുടെ ആഴത്തിലേക്കൊന്ന് വന്നു നോക്കിക്കേ. ക്രൂശിന്റെ ശക്തിയിൽ കൂടി നിനക്ക് വാതിൽ തുറക്കുന്നത് സ്വർഗമാ, മനുഷ്യനല്ല, പ്രവാചകനല്ല, അധികാരികളല്ല, സ്വർഗം. അൺഎക്സ്പെക്ടഡ് വേ, അൺഎക്സ്പെക്ടഡ് മെത്തേഡ്. ദൈവം നിനക്ക് വാതിൽ തുറക്കുന്നതാണ്, ക്രൂശിൽ കൂടി സമാധാനം തരുന്നത്. തീർന്നില്ല, അത് കഴിഞ്ഞ് തണുത്ത് വിറച്ചു വന്നിരുന്നപ്പം കനൽ ചുട്ട അപ്പം കൊടുത്തത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ തണുപ്പ് മാറ്റാൻ കൈ ഒന്ന് ചൂടാക്കിക്കൂ. തീർന്നില്ല, 3 പ്രാവശ്യം തന്നെ തള്ളി പറഞ്ഞെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ സമാധാനം കൊടുത്തത് കണ്ടോ. ശിവനെ, നീ എന്നെ ഇവരെക്കാൾ സ്നേഹിക്കുന്നു. ക്രൂശിന്റെ ശക്തി നമുക്ക് സമാധാനം തരുന്നതാണ്. ക്രൂശിന്റെ ശക്തി രോഗസൗഖ്യം തരുന്നതാ. പഴയ കാലത്തെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതേ ക്രിസ്തുവിൻ്റെ, അതേ ദൈവത്തിൻ്റെ ശക്തിയാണ് ക്രൂശിൽ. ആ ക്രൂശിലെ ശക്തി പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാം. മർക്കോസ് 16:18. ഏതാ? പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് യഹോവ പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ സൗഖ്യമാക്കുമെന്നല്ല, എൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ നിനക്കും സൗഖ്യത്തിൻ്റെ വരമുണ്ട്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മളിൽ ഒരു സന്ദേശമായിട്ടുണ്ടെങ്കിൽ നമുക്കും രോഗത്തെ സൗഖ്യമാക്കാം, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കാം, സകല വൈറസും മാറി നിൽക്കും. കാരണം അപ്പോൾ ആ സമാധാനം. ഇത് മരുന്നിനെതിരല്ല, മരുന്ന് കഴിക്കരുതെന്നല്ല, മരുന്നിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പരിധിക്കപ്പുറം ലോകത്തിലെ ഒരു മെഡിസിനും ആരുടെ ശരീരത്തിലെ രോഗത്തെ മാറ്റത്തില്ല. അല്ലെങ്കിൽ ഏത് ഡോക്ടറും പറയട്ടെ, ഒരു ഡോക്ടറും പറയത്തില്ല ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരൊറ്റ ട്രീറ്റ്മെന്റ് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി. ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജ് ആയാൽ ഡോക്ടർമാർ പറയും രക്ഷയില്ല. അത് കഴിഞ്ഞാൽ പറയും വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറയും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റി കാണുന്നതല്ലേ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ആയി കഴിയുമ്പോഴേ പ്ലാൻ മാറി, കീമോതെറാപ്പി പരാജയപ്പെടും, റേഡിയേഷൻ പരാജയപ്പെടും, സർജറി പരാജയപ്പെടും. അകത്തിങ്ങനെ നിൽക്കുമ്പോൾ ക്രൂശിലെ ശക്തി, ആ സന്ദേശം പറയുന്നു, ഞാൻ ആ ജീവനെ അടിച്ച് വെളിക്കളയും, ഞാനതിനെ സൗഖ്യമാക്കും. അതാണ് ദൈവമക്കളെ ക്രൂശിൻ്റെ ശക്തി. ആ ക്രൂശിൻ്റെ ശക്തി അങ്ങ് കാൽവറിയിലല്ല. ആർക്കെല്ലാം ആ ക്രൂശിൽ കൂടി പാപമോചനം ലഭിച്ചിട്ടുണ്ടോ അവർ അത് അനുഭവമാക്കുവാൻ തയ്യാറായാൽ മതി. നമ്മളാരും വൈദ്യശാസ്ത്രത്തിനെതിരല്ല. വി ആർ നോട്ട് എഗൻസ്റ്റ് എനി മെഡിക്കൽ സയൻസ്. അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. പക്ഷെങ്കിൽ അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ എൻ്റെ കർത്താവിന് ലിമിറ്റേഷൻ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അത് പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ പുതിയ നിയമം വന്നപ്പോൾ നോക്കിക്കേ, കർത്താവ് പറഞ്ഞ വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം 16:18. സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് നമുക്ക് തന്നിരിക്കുന്നതാ. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്തോളാൻ ഉയർത്ത യേശു പറഞ്ഞതാ. ഇത് മർക്കോസ് 16. ഉയർത്ത യേശു തൻ്റെ നാട്ടുകാരോടല്ല, ശിഷ്യന്മാരോട് പറയുക, എന്നോട് നിങ്ങളോടുവാ പറയുന്നത്. എന്താ? എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാം. സൗഖ്യമാക്കണമെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യണം? ക്രൂശിൻ്റെ ശക്തി വേണം. പണ്ടൊരു നേഴ്സ് പങ്കോ വലിയ വിദ്യാഭ്യാസം ഒരു അബദ്ധം കാണിച്ചു. ഒരാളുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടല്ലോ
ഒന്നുമില്ല. ചെന്ന് നോക്കിയപ്പോൾ എന്നാ അറിയാവോ, തെർമോമീറ്ററിൻ്റെ ക്യാപ്പ് അടച്ചു വെച്ചാൽ നാക്കിലടി കൊണ്ട് വെച്ചത്. ചിരിതൊന്നും അറിയാമല്ല, പാവം. അതൊരു ഗ്രാമീണ പെൺകുട്ടിയാണ്. അവളെന്നാ അറിയാവോ, ഈ ടെമ്പറേച്ചർ ഈ തെർമോമീറ്റർ കണ്ട് വലിയ ആദരവോടെ തൂത്ത് തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ നാക്കെ കൊണ്ട് 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഉടനെ അടുത്ത നേഴ്സ് വന്ന് ചോദിച്ചു, നിൻ്റെ തലയിൽ എന്നാടി മണ്ണാങ്കട്ടയാണോ, തുറക്കടി ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അന്നേരം തുറന്ന് ഗ്യാപ്പ് വെച്ച് നോക്കിയപ്പം ശരിയായി. ഇതുപോലെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഈ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ആ രോഗശാന്തിയുടെ ഗ്യാപ്പ് അടച്ചു വെച്ചിട്ടാണ് നമ്മുടെ പരിപാടിയല്ല. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈ തന്നിട്ടുണ്ട് ക്യാപ്പ്. എന്താ, നമ്മൾ ആ വിശ്വാസത്തിന്റെ ക്യാപ്പ് ഒന്ന് തുറക്കാവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവമക്കളെ അനുഭവമാക്കണം. നമ്മുടെ ഇനി ചില രോഗങ്ങളുണ്ട്, നിങ്ങളോട് ഞാനൊരു ഫോർമാറ്റ് പറയാം. ആ രോഗം നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ച് നമ്മുടെ കൂടെ കാണും. പ്രൈസ് ദി ലോർഡ്. അതിനെ ഒരു സിസ്റ്റമാണ്, ഒരു സിസ്റ്റം നമ്മുടെ കൂടെ കാണും. ലൈഫ് സിസ്റ്റം എന്ന് പറയും. ഭക്ഷണം, കാലാവസ്ഥ, ജീവിത രീതി, വസ്ത്രധാരണം, യാത്ര, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് നമ്മളോട് പൊരുത്തപ്പെടാൻ മേലാത്ത ചില സിസ്റ്റമുണ്ട്. അങ്ങനെ കിട്ടുന്ന ഈ BP, അങ്ങനെ കിട്ടുന്ന ബ്ലഡ് ഷുഗർ, ഇതൊക്കെ ആ സിസ്റ്റത്തിൽ കിട്ടുന്നതാണ്. BP കയറിപ്പോകുന്നതിന് കാരണം ഇവനെ സഹിക്കാൻ മേലാത്ത പ്രശ്നങ്ങളാണ്. ടെൻഷൻ, ഇതെല്ലാം വഹിക്കേണ്ട പാവം പിടിച്ച മനസ്സാ. അത് കൂടിക്കഴിയുമ്പോൾ എന്ത് വരും? ടെൻഷൻ അല്ലേ, BP കൂടുന്നില്ലേ? അതുപോലെ ഡയബറ്റിക്, നമ്മുടെ ഭക്ഷണക്രമം, ജീവിതചര്യ മാറിയപ്പോൾ നമ്മൾ പാപമൊന്നും ചെയ്തിട്ടല്ല, ഉടനെ നമ്മുടെ പാങ്ക്രിയാസിൻ്റെ കപ്പാസിറ്റി തീർന്നു, ബ്ലഡ് ഷുഗർ വന്നു. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? ദൈവമക്കളെ, 26 വർഷമായി എനിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട്. പക്ഷേ ഞാനൊരു പരിപാടി ചെയ്തു, വിജയിച്ചു. നിങ്ങൾക്കും ചെയ്യാം. ഞാൻ ബ്ലഡ് ഷുഗറിനോടൊരു കാര്യം പറഞ്ഞു, എടാ ബ്ലഡ് ഷുഗറെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരും പറയത്തില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ കൂടെ പോരെ. എനിക്കറിയാം മരിക്കുന്നത് വരെ നീ എൻ്റെ കൂടെ കാണും, ഞാനും നിൻ്റെ കൂടെ കാണും. ഈ ലോകം വിട്ട് പോകുന്നിടം വരെ നീ എൻ്റെ കൂടെ ഉണ്ട്. ഈ ലോകം വിട്ട് ഞാൻ പോയാൽ നിനക്ക് എൻ്റെ കൂടെ വരാൻ ഒക്കത്തുമില്ല. എനിക്ക് നിന്നെയും വേണ്ട. പിന്നെ ഒരു കാര്യം, നമ്മളൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ട്രൈ ചെയ്തോണം. ഞാൻ പോകുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോകാം. അമേരിക്ക പോവും, ഗൾഫിൽ പോവും, ഓസ്ട്രേലിയയിൽ പോവും, സ്വിറ്റ്സർലൻഡിൽ പോവും, എല്ലാ എവിടെയാന്ന് ചെയ്യോ, എല്ലാം ഞാൻ കൊണ്ട് തിരുവല്ല കാര്യമായി വന്നു നിന്നെ ഞാൻ കൊണ്ടുവരാം പോരെ. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ പോലും കൊണ്ടുപോകാത്ത സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാം. എൻ്റെ വൈഫിനെ ഞാൻ ടോയ്ലറ്റിൽ കയറുമ്പോൾ കൊണ്ടുപോകത്തില്ല, നിന്നെ കൊണ്ടുപോകും. ബാത്റൂമിൽ കയറുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവരത്തില്ല, ഞാൻ കതടച്ച് കുറ്റിയിടും, ആരും കയറത്തില്ല, നിന്നെ കയറ്റത്തില്ലേ. പക്ഷെ ഒരു കാര്യം, നിന്നെ ഞാൻ കൺട്രോൾ ചെയ്യും, എന്നെ നീ കൺട്രോൾ ചെയ്യരുത്. നിന്നെ ഞാൻ കൺട്രോൾ ചെയ്യും, അവിടെ നിന്നോണം. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം കേക്ക് കാണിച്ച് അച്ചായ വാരി തിന്നാൻ പറഞ്ഞാൽ അത് മനസ്സിലിരിക്കട്ടെ എന്ന് ഞാൻ പറയും. മനസ്സിലായോ? കല്യാണത്തിനൊക്കെ ഐസ്ക്രീം വരുമ്പോൾ നീ എൻ്റെ കയറി പിടിക്കാൻ വരണ്ട, അത് ഞാൻ പണി എൻ്റെ നടക്കത്തില്ല. അതിനകത്ത് ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യും, നീ എന്നെ കൺട്രോൾ ചെയ്ത്. നിങ്ങൾ മരുന്ന് കഴിച്ചോ, ഒരു കുഴപ്പവുമില്ല. ഇതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിക്കേ, സംഗതി നോർമൽ. ട്രൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിനകത്ത് മധുരം കാണുമ്പോൾ മനപ്രയാസം വന്നാൽ നിന്റെ ഷുഗർ കൂടും. അതാ വേറൊരു കുഴപ്പം. മനസ്സിലായോ? അയ്യോ എനിക്കിത് കഴിക്കാൻ നോക്കത്തില്ലല്ലോ, അപ്പുറത്തെ അച്ചാമ്മക്കുട്ടി കഴിക്കുന്നല്ലോ, പോയി. അതല്ല, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെക്ക് വന്നേക്കരുതെന്ന്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാം എന്താ, ക്രൂശിലെ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കത്തുള്ളൂ. സകല അധർമ്മത്തെയും, സകല രോഗത്തെയും, സകല രോഗാണുവിനെ മനസ്സിന്റെ ശക്തി കൊണ്ട് ക്രൂശിലെ ബലത്തിൽ ജയിച്ചാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സൗഖ്യം വരുമ്പോൾ സമാധാനം അല്ലേ? സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമ്പം സമാധാനം. ആ എല്ലാ കടവും കയറി തകർന്നിരിക്കുമ്പം ഒന്ന് ധൈര്യത്തോടെ പറഞ്ഞേ, ആ ക്രൂശിൻ്റെ ശക്തിയാൽ ഞാൻ എൻ്റെ ഈ പ്രശ്നത്തെ മാറ്റും. ട്രൈ. ദൈവമക്കളെ, നമ്മൾ എന്താ പ്രാക്ടിക്കൽ ലൈഫാണ് നമുക്ക് വേണ്ടിയത്. ഈ തിയറി വിട്ട കാലം പോയി. പ്രാക്ടിക്കൽ ലൈഫാണ്. ക്രൂശിലെ ശക്തി നമുക്ക് സമാധാനം. ലോകത്തിൽ വേറെ ഒരു വിധത്തിൽ സമാധാനം കിട്ടത്തില്ല. അതിന് കാരണം സമാധാനം തീരുന്ന ഒരു ലോകമാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു എഡ്ജിലാണ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളത്തിൽ ഒരു അതിർത്തിയിൽ നിൽക്കുക. പക്ക അതിർത്തിയിലാണ്. പാകിസ്ഥാൻ്റെ അതിർത്തി ഞാൻ പോയിട്ടുണ്ട്. പക്ക അതിർത്തിയാണ്. അല്പം നടന്നാൽ പാകിസ്ഥാൻ സംഗതി പോയി. പിടിച്ചകത്തിട്ട് വരും, അല്ലെ വെടിവെച്ച് കൊല്ലും. നേരെ ഇപ്പുറത്ത് നമ്മുടേതാ, വളരെ അതിർത്തിയിലാണ്. ഇതുപോലെ നമ്മൾ നിൽക്കുന്നത് വളരെ അതിർത്തിയിലാണ്. ആ അതിർത്തിയുടെ പേര് കൃപായുഗത്തിൻ്റെ അന്ത്യം. വളരെ അതിർത്തിയിലാണ്, അല്ലാതെ 50 കൊല്ലം കഴിഞ്ഞല്ല. വളരെ അതിർത്തി നിൽക്കുമ്പം സമാധാനം കളയാൻ സാത്താൻ നോക്കുന്നതിൻ്റെ കാരണം അവൻ്റെ 10 രാജമുടിയാണ്. ആ രാജമുടി എന്ന് പറഞ്ഞാൽ അവൻ്റെ അലങ്കാരമാണ്. അതിൽ ഒന്നാമത്തെ അവൻ്റെ രാജമുടിയാണ് സമാധാനം കളയുക.
വെളിപ്പാട് 6:3 കാണാം, രണ്ടാം മുദ്ര പൊട്ടി. വായിച്ചേ, വെളിപ്പാട് 6:3 ഒന്ന് വായിച്ചേ. റെവലേഷൻ 6:3. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായി മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഭാര്യ ഭർത്താവിനെ കൊല്ലും, ഭർത്താവ് ഭാര്യയെ കൊല്ലും, മകൻ അപ്പനെ കൊല്ലും, സമാധാനം എടുത്ത് കളയാൻ പോവുക. അതിനുള്ള കണ്ടുപിടുത്തമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ സമാധാനം എടുത്തു കളയും. കാരണം ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ്, ക്രിസ്തു എതിർ ക്രിസ്തു. 10 കാര്യത്തിന് ക്രിസ്തുവിനെതിരാ എതിർ ക്രിസ്തു. അതിലൊന്നെന്നാണെന്നറിയാവോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ഇവ വന്നാൽ ഉടനെ ഈ സമാധാനം എടുത്തു കളയും. ഒരു മന്ത്രി കയറുമ്പോൾ മുൻമന്ത്രി ചെയ്തെല്ലാം എടുത്തു കളയത്തില്ലേ? ഇതുപോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സമാധാന. ഇവൻ ഭരിക്കുമ്പം പറയും, മേലാൽ ഈ ഭൂമിയിൽ സമാധാനം വേണ്ട. അതിൻ്റെ അടയാളവും അതിൻ്റെ നിഴലാണ് ഇന്ന് ലോകം മുഴുവൻ സമാധാനമില്ല. വീട്ടിൽ സമാധാനമില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനമില്ല, പിന്നല്ലേ മറ്റുള്ള കാര്യം. ജോലി സ്ഥലത്ത് സമാധാനമില്ല, ഒരിടത്ത് സ്വസ്ഥതയില്ല, അനേക സഭകളിൽ സമാധാനമില്ല. ശരിയല്ലേ? സഭകൾ പൂട്ടി താഴിട്ട് പോലീസുകാർ കാവൽ നിൽക്കുന്നു. എന്താ? എല്ലാം തീർന്നു. അതിൻ്റെ നടുവിൽ ക്രൂശിലെ രക്തം വിടുതലായി അനുഭവിച്ച ദൈവമക്കൾക്ക് മാത്രം പറയാം, ആ ക്രൂശിലെ ശക്തിയാൽ എനിക്ക് എൻ്റെ സകല വിഷയങ്ങൾക്ക് സമാധാനം. ആ സമാധാനം സാമ്പത്തികം, രോഗം, മാനസികം എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ആ ശക്തി ഒന്ന് പറഞ്ഞില്ലേ, അവിശ്വാസത്തിൻ്റെ ആ ക്യാപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ആ ക്രൂശിലെ ആ ശക്തി ഒന്ന് അനുഭവിച്ച് നോക്കിക്കേ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് ദൈവമക്കളെ. ക്രൂശ് പാപം മാറ്റുക മാത്രമല്ല, പുറകെ ഞാൻ പറയാം, ക്രൂശ് നമുക്ക് ചെയ്തത് നമ്മുടെ പാപം മാറ്റുക മാത്രമല്ല, നമ്മുടെ ശാപത്തെ മാറ്റുക മാത്രമല്ല, ക്രൂശ് പല കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി. അപ്പോൾ ആ സമാധാനം നമ്മൾ അനുഭവിച്ചെങ്കിലേ നമ്മൾ ദൈവമക്കളാകത്തുള്ളൂ. ഇനിയും ഇതിനെതിരെ ഒരു പോരാട്ടമുണ്ട്. എൻ്റെയും നിങ്ങളുടെ ഈ സമാധാനത്തെ കളയാൻ ശരിക്കും ശ്രമിക്കുന്നവനാ സാത്താൻ. അവൻ പുറകിൽ സ്ക്രീൻ ചെയ്യും, നമുക്ക് എവിടെ സമാധാനം കളയാവും. അവിടെ അവൻ കളയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ധൈര്യത്തോടെ പറയണം, നിന്നാൽ ഞാൻ മതിൽ കൂട്ടത്തിൻ്റെ നേരെ പാടി ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഏതാ? അയൽവക്കത്തെ അപ്പാപ്പൻ്റെ മതിലല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നമാകുന്ന മതിൽ, സാമ്പത്തിക ഭാരമാകുന്ന മതിൽ, രോഗമാകുന്ന മതിൽ ഞാൻ ചാടും. എങ്ങനെ? നിന്നാൽ വയ്യു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശക്തിയിലുള്ളതായ ആ ക്രൂശിനാൽ ഞാൻ ഇത് ചാടിക്കടക്കും എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. സമാധാനം തന്നെ കയറി വരും. സമാധാനമില്ല ലോകത്തിൽ, വീട്ടിലില്ല, സഭയിലില്ല, ഒരിടത്തുമില്ല. കാരണം തീരാൻ പോവുക. കണ്ടില്ലേ? ഏതെങ്കിലും രാജ്യത്തിൽ സമാധാനമുണ്ടോ? ഇപ്പം സമാധാനം അടുത്ത അടയാളമാണ്. ലോകത്തിലെ പ്രമുഖ രാജ്യ നേതാക്കന്മാരെല്ലാം കൂടെ ആരുമായിട്ട് ഒത്തുതീർപ്പെന്നറിയാവോ? തീവ്രവാദികളുമായിട്ട് ഇപ്പം സംസാരം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വിഷയം ഇട്ടൊന്ന് വരട്ടെ. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പേ അവൻ്റെ പട്ടാളം വരുമെന്ന്. ലോകത്തിലെ പ്രമുഖ രാജ്യത്തിൻ്റെ പല നേതാക്കന്മാരും തീവ്രവാദികളുമായിട്ട് കോംപ്രമൈസ് ടോക്ക്. എന്തിനാ ഇവരെല്ലാം വരാൻ പോവുക? എതിർ ക്രിസ്തു വരും മുൻപേ അവൻ്റെ പട്ടാളം വരും. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ വരിക എന്ന് ഓർത്ത് ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ. ഇതിനു മുമ്പ് ഇവിടെ പോലീസ് വരും. അതിൽ സ്റ്റേറ്റ് ലോയാ. മുഖ്യമന്ത്രി വന്നാൽ പോലീസ് നേരത്തെ വന്നിരിക്കണം. സ്റ്റേറ്റ് ലോയാ വേണ്ട. ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീ മോദി തിരുവല്ലയിൽ വരട്ടെ. ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പേ നമ്മളറിയാതെ ഇവിടെ മുഴുവൻ അവർ കയ്യിലടക്കും. തിരുവല്ല ഇൻ്റലിജൻസ് ബ്യൂറോ പല വിധത്തിൽ വന്ന് ഇവിടുത്തെ ഓരോ വീടും ചെക്ക് ചെയ്യും. നമ്മളറിയത്തില്ല. ഇവിടുത്തെ ഓരോ ടവറും ചെക്ക് ചെയ്യും, ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും ചെക്ക് ചെയ്യും. നമ്മളറിയത്തില്ല. ഒടുവിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ പ്രത്യേക സൈന്യവും ഇവിടുത്തെ പോലീസും വന്ന് ഈ തിരുവല്ല പട്ടണം അവരുടെ കയ്യിലൊതുക്കും. എന്താ? വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുൻപേ അവൻ്റെ പട്ടാളം വന്നാൽ നിങ്ങൾ ഓർത്തോണം, അവൻ വരുന്നു. ഞാൻ കാണിക്കാം എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളം വരുന്നത്. ഒന്ന് വായിച്ചേ. വെളിപ്പാട് ദാനിയേൽ 9:26 വായിച്ചേ. ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം മാറുക. പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ്. ക്രൂശിലെ പ്രശംസിക്കുമ്പോൾ തന്നെ പറയുക, സമാധാനം കളയുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. വായിക്കാം. ദാനിയേൽ 9:26. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. നമുക്കറിയാം. അടുത്ത വാക്യം, അവൻ ആരും ഇല്ലെന്ന് വരും. ഈ വാക്യം നിവർത്തിക്കാനാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ നീ
അതാ ഈ വാക്യം നിവർത്തിച്ചു. അടുത്ത വാക്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ? അഭിഷിക്തൻ ഛേദിക്കപ്പെട്ട ശേഷം വരുവാനുള്ള പ്രഭുവിന്റെ പടജനം. മതി. വരുവാനുള്ള പ്രഭുവിന്റെ. ആരാ വരുവാനുള്ള പ്രഭു? വായിക്കാം. യോഹന്നാൻ 14:30. ഒരുപാട് പ്രഭുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വരുവാനുള്ള പ്രഭു ആരാ? ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. പ്രിൻസ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോടൊരു കാര്യവുമില്ല. ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നതാണ് എതിർ ക്രിസ്തു. അവൻ എന്നോടൊരു കാര്യവുമില്ലെന്ന് കർത്താവ് പറഞ്ഞു. എങ്കിൽ കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തപ്പെട്ട ദൈവമക്കളോടും അവനൊരു കാര്യവും ഇല്ല. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. ആരായി ലോകത്തിന്റെ പ്രഭു? എതിർ ക്രിസ്തു. അപ്പം വരുവാനുള്ള പ്രഭുവിന്റെ പടയല്ല, പടജനം. ഇംഗ്ലീഷിൽ പീപ്പിൾ ഓഫ് ദി ആർമി, ജനം പടയായത്. എല്ലാ രാജ്യത്തിലും രാജ്യരക്ഷയ്ക്ക് മിലിറ്ററി ഉണ്ട്. മിലിറ്ററിയിൽ ആളെടുക്കാൻ ലോകത്തിൽ 2 കോമൺ ലോ ഉണ്ട്. എല്ലാ രാജ്യത്തിലും 2 നിയമമാണ് മിലിറ്ററിയിൽ എടുക്കാൻ. ഒന്ന്, ആ രാജ്യത്തിൽ ജനിച്ച പൗരനായിരിക്കണം. അതിന് പറയുന്ന വാക്കാണ് ബോൺ സിറ്റിസൺ. ഇന്ത്യൻ മിലിറ്ററിയിൽ ഒരാളിനെ എടുക്കണമെങ്കിൽ അത് ഇന്ത്യൻ മണ്ണിൽ ജനിച്ചവനായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇന്ത്യയോടൊരു സ്നേഹവും ഇല്ല. ധാരാളം മലയാളികളില്ലേ അമേരിക്കയിൽ, അവരെ ഒരു അവിടുത്തെ മിലിറ്ററിയിൽ എടുക്കാനൊക്കത്തില്ല. അവർക്ക് ഇവിടുന്ന് അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്തവരാ. എന്നാൽ അവിടെ എടുക്കും. നമ്മുടെ ആരെങ്കിലും ഒരു മലയാളി അവിടെ ചെന്ന് അവിടുത്തെ സിറ്റിസൺ ആയ ശേഷം ആ മണ്ണിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് അമേരിക്കൻ സിറ്റിസൺ, അതിനെ എടുക്കും. അതായത് ഒരു മലയാളി മാതാപിതാക്കൾ സഹോദരനോ അവിടെ ചെന്ന് അവിടുത്തെ സിറ്റിസണായി കഴിഞ്ഞ പാസ്പോർട്ടൊക്കെ മാറി അമേരിക്കൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് അല്ലെങ്കിൽ കനേഡിയൻ പാസ്പോർട്ട് എന്ന് ഓർത്തോ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ കനേഡിയൻ സിറ്റിസനാ. അങ്ങനെ കിട്ടിയ ശേഷം ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ആ രാജ്യത്തിലെ പൗരനാണ്, എടുക്കും. 2, ഈ മിലിറ്ററിയിൽ ആളെടുക്കാൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ രണ്ടാമതാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്സാണ്. എന്തിനാ? ഇത് രാജ്യരക്ഷയാണ്. ആ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ പൊക്ക 1.5 ഇഞ്ചോ വണ്ണം 1 ഇഞ്ചോ ഒന്നും കുറഞ്ഞാൽ അവരതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ശാലം കൊടുവാറൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ മാറ്റുന്ന പണി. എന്നാൽ ഒരു പരിപാടി ഇല്ലാത്തൊരു പരിപാടിയുണ്ട്, ഫിസിക്കലി അവർ ചാടിച്ചും തുള്ളിച്ചും ഒക്കെ നോക്കും. എന്തിനാണെന്നറിയാവോ? എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ എടുക്കത്തില്ല. എടുത്ത ശേഷം ഏത് മാരക രോഗം വന്നാലും ലോകത്തിലെ നമ്പർ 1 ട്രീറ്റ്മെൻറ്റ് മിലിറ്ററി ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എടുക്കുന്നതിന് മുമ്പുണ്ടല്ലോ അസ്വസ്ഥത കണ്ട തളുകളെ ചുമയുള്ളവനെ എടുക്കത്തില്ല. അങ്ങനെ ഓടിക്കുകയൊക്കെ നോക്കും. എന്നാ ഇവൻ വെടി മൂക്കുമ്പോൾ ചുമയ്ക്കാൻ പോയാലോ സംഗതി പോയില്ലേ? ആസ്മ ഉള്ളവനെ എടുക്കത്തില്ല. യുദ്ധം മൂക്കുമ്പോൾ ഇവൻ വലിക്കുന്നത് നൊപ്പി നടന്നാലോ? അപ്പോൾ ആരോഗ്യമുള്ള അതാത് രാജ്യത്തിലെ പൗരന്മാരെ എടുക്കുമ്പോൾ ഒരു മിലിറ്ററിയുടെ പേര് ഞാൻ പറയാം, കേൾക്കുമ്പോഴേ ചിലരുടെ പേര് ഞെട്ടും. ആ മിലിറ്ററിയുടെ പേരാണ് ISIS. ISIS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് എന്ന പേര്. ലോകത്തെ ഞെട്ടിക്കുക. ഇപ്പോൾ അവർ ലോകം വിറയ്ക്കും അത് പറഞ്ഞു. ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് കേട്ടോണം. ആരാ ഇതിനകത്തെ അംഗങ്ങൾ? നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്, മുസ്ലിങ്ങളുടെയാണ്. അതാണ് സാത്താൻ്റെ വേല. അവൻ ബോഷ്ക്ക് പറയുന്നതിനും അതിൻ്റെ അപ്പനുമാണ്. നിങ്ങൾ നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് സൗദി അറേബ്യ. നിങ്ങൾക്കറിയാവോ അവിടെ സാമ്പത്തിക തകരാറിൻ്റെ 3 കാരണങ്ങളിൽ 3 കാരണമുണ്ട്. ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. 960 കിലോമീറ്റർ, കേരളത്തിൻ്റെ ഡബിളിനേക്കാൾ നീളത്തിൽ അവർ 30 മീറ്റർ പൊക്കത്തിൽ വടക്കേ അറ്റം മുഴുവൻ സ്റ്റീൽ കൊണ്ട് വേലി കെട്ടുക, കോടിക്കണക്കിന് ഡോളർ കൊണ്ട് വെള്ളം ഒഴുക്കുന്നതിൽ ഒഴുക്കുക, പ്രത്യേക സംവിധാനങ്ങളാണ്. ഒരു ഈച്ച പറഞ്ഞാൽ പോലും അങ്ങ് അറിയണം ജിദായിൽ. എന്താണെന്നറിയാവോ? അവർ ഭയപ്പെടുന്നു IS കയറി പിടിക്കുമോ. മുസ്ലിങ്ങൾക്ക് 3 പേര് കേട്ട പുണ്യനഗരങ്ങളാണ്. അതിലൊന്നാണ് മെക്ക, അതിലൊന്നാണ് മെദീന. നമ്മൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞതിൻ്റെ തലേ വർഷം മെദീനയിലെ പെരുന്നാളിനാണ് ബോംബ് പൊട്ടിച്ച് 20 പേരെ കൊന്നിട്ട് ഉത്തരവാദിത്വം IS ഏറ്റെടുത്തു. അപ്പോൾ ഇസ്ലാമിനെ ഗുണപ്പെടുത്താനാണോ? നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ രാഷ്ട്രീയമായി ശത്രുതയാണെങ്കിലും നമ്മുടെ അയൽക്കാരനാ. അവിടുത്തെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഇടിച്ചു കയറി 32 ചെറുപ്പക്കാരെ നിമിഷങ്ങൾക്കകം ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ISIS. അപ്പോൾ അവരെ ഗുണപ്പെടുത്താനാണോ? ലോകത്തിലെ സകല ഗൾഫ് രാജ്യത്ത് നിങ്ങളൊന്ന് പോയാൽ 4 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ പോരെ? എന്താ അവർക്കൊക്കെ പേടി കയറി വരുമോ? അപ്പോൾ ഇവർക്കെല്ലാം ഭയപ്പെടും. അപ്പോൾ ഇത് ഇസ്ലാമിനെ ഗുണപ്പെടുത്താനാണോ? സകല അറബി രാജ്യങ്ങളും 2 പ്രാവശ്യം പരസ്യമായും 1 പ്രാവശ്യം യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ മാർഗമല്ല, ഞങ്ങളാരും ഇതിന് പുറകിലില്ല. ശരി, ആരാ ഇതിൻ്റെ അംഗങ്ങൾ? 2014
ഏപ്രിൽ 3 ന്യൂയോർക്ക് ടൈംസിൻ്റെ കട്ടിങ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ന്യൂയോർക്ക് ടൈംസ്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രസ്താവന കേൾക്കണോ? ദുഃഖത്തോടെ സമ്മതിക്കുന്നു, 2500 അമേരിക്കക്കാർ അതിനകത്തുണ്ട്. ലോകത്തിൽ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ തല ഉനിക്കുന്ന സ്വഭാവമുള്ളവരല്ല അമേരിക്ക, അല്ലേ? നമുക്കറിയാം. പക്ഷെങ്കിൽ അവിടെ തന്നെ പട്ടിണിയായിട്ടാണോ? ഈ സമ്പന്ന രാജ്യത്തിന് 2500 പേര് ചെന്ന് കയറാൻ കാര്യം എന്നാ? ഏതോ ഒരു ശക്തിയാൽ കയറിയില്ലേ? പിറ്റേ ദിവസം പത്രക്കാർ പറഞ്ഞ് ഗവൺമെൻറ്റിന് തെറ്റിപ്പോയത് 25,000 പേരുണ്ടെന്ന്. ഞാൻ അതേ വർഷം ജൂലൈയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ എന്നെ ഇംഗ്ലണ്ടിൽ വിളിച്ചു, ലണ്ടനിൽ. അന്ന് സീസണാ. 3 ഇരട്ടി ചാർജ് കൊടുത്താണ് ഞാൻ ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്നത്. അവിടെ ചെന്ന് സംഘാടകർ എന്നെ സ്വീകരിച്ചെങ്കിൽ അവരുടെ മുഖമൊക്കെ ക്ലാവ് പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ സാറേ ഇവിടെ ഒരു വല്ലായ്മയുണ്ട്, ഇവിടുത്തെ മാർക്കറ്റ് പോലും ഉണ്ടല്ല, ഒരു വാർത്ത TV വന്നതാ, കാണിക്കാമെന്ന് പറഞ്ഞു. ഞാനും കണ്ടു, ഞാനും ധരിച്ചു പോയി. 14ഉം 15ഉം വയസ്സ് പ്രായമുള്ള നല്ല സുസുന്ദരികളായ ലണ്ടൻകാരി പെൺകുട്ടികൾ, അവരുടെ ഫേസ് തന്നെ എന്നാ സുന്ദരികളാണ്. 15ഉം 16ഉം വയസ്സുള്ള യുവതികൾ പോലും ആയിട്ടില്ല, അഡോൾസൻസ്. അവർ ഇത്രോ എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ പൊങ്ങിയപ്പം മൊബൈലിൽ വീട്ടിലോട്ട് വിളിച്ച് പറയുക, ഡാഡി മമ്മി ഞങ്ങളെ മറന്നേരം ഞങ്ങൾ ISC കയറാൻ പോവുക. ഇതെന്താണ്? പിറ്റേ ദിവസം അയർലൻഡിൽ നിന്നും അതും ഞാൻ ഫോട്ടോ കണ്ടു. 22 വയസ്സ് പ്രായമുള്ളൊരു വണ്ണം കുറഞ്ഞൊരു സുന്ദരി മദാമ, പാല് കുടിക്കുന്ന ഒരു കുഞ്ഞ് കയ്യിൽ, ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞെന്നേ എന്നെ മറന്നേരെ ഞാൻ ISC കയറാൻ പോവുക. ഓസ്ട്രേലിയ ദൂരെ കിടക്കുന്ന യാതൊരു ശല്യമില്ലാത്ത രാജ്യമല്ലേ, അവിടുന്ന് 500 പേരെ. ഫ്രാൻസിൽ നിന്ന് 3000 കിട്ടിയ കണക്കാ. ജർമ്മനിയിൽ നിന്ന് കിട്ടിയതിൻ്റെ കണക്കില്ല. ദുഃഖത്തോടെ തല താഴ്ത്തി പിടിച്ച് പറയുന്നു, ഒരു മലയാളി ക്രിസ്ത്യാനി ഉൾപ്പെടെ 2000-ഓളം പേര് തെക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും, ഒരു മലയാളി ക്രിസ്ത്യാനി ഉൾപ്പെടെ 2000 ഇഷ്ടം പേർ കേരളത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും ഏതോ ഒരു ശക്തിയാൽ അങ്ങോട്ട് ചെല്ലുന്നു. ജാതി ചോദിക്കുന്നില്ല, മതം ചോദിക്കുന്നില്ല, പൗരത്വം ചോദിക്കുന്നില്ല, വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, ഇപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് ചോദിക്കുന്നില്ല. വരുന്നവനെ എല്ലാം കറുത്ത ഉടുപ്പിട്ട് സ്വീകരിക്കുക, മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇനി ഇവരാരെയെല്ലാം പേടിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ഇറാഖ് എന്ന പേരെങ്കിൽ അവിടെ ഒതുങ്ങിയപ്പോരെ? ഇവർ ഭയപ്പെടുത്താത്ത രാജ്യമുണ്ടോ? ഈ വലിയ സമ്പന്നന്മാരും മിടുക്കന്മാരുമായ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുമ്പം പറഞ്ഞു, ഞങ്ങളുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ സംഗതി മാറ്റും. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി പറഞ്ഞ് ശ്രദ്ധിച്ചോണം, അവരുടെ ത്രട്ടുണ്ട്, ഭൂഗർഭത്തിയെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ അവർ ബോംബ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞു ഞങ്ങളോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ ഇതിൻ്റെ ന്യൂഡൽഹി ഞങ്ങൾ പുകയ്ക്കും. ജപ്പാനെ പേടിപ്പിച്ചു, ഓസ്ട്രേലിയയെ പേടിപ്പിച്ചു, ലോകത്തിലെ സകല രാജ്യങ്ങളെയും പേടിപ്പിച്ചു. വേറൊരു വലിയ വിചിത്ര സംഭവം, ഇട്ടാവട്ടത്തിലൊരു കുഞ്ഞു രാജ്യമുണ്ട്, അവരെ മാത്രം നോക്കി പറഞ്ഞു, അച്ചായനോട് ഞങ്ങൾ കളിക്കാൻ വരത്തില്ല. ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ. ബാക്കി രാജ്യങ്ങളെ മുഴുവൻ പേടിപ്പിക്കുന്നു. നോക്കിക്കേ, ശക്തന്മാരായ രാജ്യം വിചാരിച്ചാൽ ഒറ്റ രാത്രി ഇത് തീർക്കാവുന്ന കേസല്ല ഉള്ളോ? ഇല്ല. ഇതെന്താണ്? എതിർ ക്രിസ്തു വരും മുൻപേ അവൻ്റെ പട്ടാളം നിരക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അവൻ്റെ പടയണി നിരന്നെങ്കിൽ അതിന് തൊട്ടും മുമ്പ് ഇനി നടക്കേണ്ട ആദ്യത്തെ സംഭവം എതിർ ക്രിസ്തു അല്ല വരേണ്ടത്. കാത്തിരിക്കുന്ന മണവാട്ടി, ക്രൂശിന്റെ രക്തത്തിൽ ബലപ്പെട്ടവൾ ഇതാ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകുന്നു. അതിനു മുമ്പേ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ ഇവിടെ തളച്ചിട്ട് നമ്മുടെ കൃപ കളഞ്ഞ് ലോകത്തിലേക്ക് വല്ല രീതിയിലും കൊണ്ടുപോകാൻ അവൻ ശ്രമിക്കുമ്പോൾ വരുന്നതാണ് ഈ രോഗങ്ങൾ, സാമ്പത്തിക പ്രയാസം, മാനസിക ഭാരം. അതിനെ വെല്ലാൻ ട്രീറ്റ്മെന്റ് അല്ല, കാൽവറിയിലെ രക്തത്തിൽ നീ വീണ്ടെടുത്തെങ്കിൽ ആ പവറിൽ ക്രൂശിലെ ശക്തി ജയിച്ചു നോക്കിക്കേ, നമുക്ക് ജയിക്കാം. ക്രൂശ് സമാധാനം തരുന്നു. നമ്മളെ ഇവിടെ പിടിച്ചില്ലെന്ന് സാത്താൻ്റെ ആവശ്യമാണ്, അവൻ്റെ ആഗ്രഹമാണ് നമ്മളെ പിടിച്ചിടാൻ. അല്ലാത്തതല്ല അവൻ്റെ കയ്യിലാണ്. അവനറിയാം അവന് കിട്ടാൻ പോകുന്ന പൗരന്മാരുടെ ലിസ്റ്റ് അവൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇലക്ഷൻ വരാൻ പോകുമല്ലേ, വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലേ, അവർക്കെല്ലാം ഉള്ള വോട്ട്. ഇതുപോലെ അവൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന ലോകത്തിലെ പൗരന്മാരുടെ പേര്, അതിനകത്ത് നിങ്ങളുടെ എൻ്റെ പേരില്ല. അത് അവനറിയാം. കുന്നുംപുറത്തെ കുഞ്ഞപ്പൻ്റെ പേരുണ്ട്, ഇപ്പുറത്തെ ചാക്കോച്ചൻ്റെ പേരില്ല. കാരണം ചാക്കോച്ചൻ രക്ഷിക്കപ്പെട്ടതാ, മനസ്സിലായോ? അപ്പുറത്തെ ഏലിയാമ്മയുടെ പേരുണ്ട്, ഇപ്പുറത്തെ ശോശാമ്മയുടെ പേര് അവൻ്റെ കയ്യിലില്ല. കാരണം ശോശാമ്മ രക്ഷിക്കപ്പെട്ടതാ. അപ്പം അവന് അക്രാളം കൂടുക, എങ്ങനെ പിടിച്ചെടുക്കാം? അപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രശ്നങ്ങൾ ഇട്ടാൽ ഇവൻ ആത്മീയത്തിൽ നിന്ന് താഴെ വരും. അല്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കേ, പ്രശ്നങ്ങൾ ഇട്ടുകൊടുത്താൽ മതി, ഇവൻ ആത്മീയത്തിൽ നിന്ന് താഴെ വരും. അതിനവൻ പ്രശ്നം ഇടും. ഇതെൻ്റെ കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം ഞാൻ ക്രൂശിൽ ചൊരിഞ്ഞ് നിൻ്റെ പാപം മാറ്റാൻ മാത്രമല്ല, അതിനുശേഷം നിനക്ക് ഇതിനെ അതിജീവിക്കാനുള്ള എനർജി ഞാൻ തരും.
ഐ വിൽ ഗീവ് യു ദ എനർജി. എൻ്റെ ശക്തി ഞാൻ നിനക്ക് തരും. പക്ഷേ നമ്മൾ തെർമോമീറ്ററിൻ്റെ ഗ്യാപ്പ് അടയ്ക്കരുത്. തുറന്ന് വെച്ചോണ്ട് നോക്കിക്കേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തകർത്ത ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി എൻ്റെ പാപം മാത്രമല്ല, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കും, എൻ്റെ ഈ രോഗം മാറ്റും, എൻ്റെ ജോലിയിലെ ക്രൈസിസ് മാറ്റും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അതാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഈ ഊർജത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. ദൈവം തമ്പുരാൻ ആദ്യം സൃഷ്ടിച്ചത് ഊർജമാണ്. വെളിച്ചമുണ്ടാകട്ടെ, അതൊരു എനർജിയാണ്. തീർന്നില്ല. 3 ഊർജത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭൂമി, ആകാശം, സമുദ്രം. ഈ 3 എനർജിയിൽ സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് 3ഉം തീരുക. എനർജി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിൽക്കുന്നത് എനർജിയില്ല. എനർജി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. നമ്മളൊക്കെ ജനിച്ചു, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ചു. നമ്മൾ ആദ്യം ചെയ്ത പരിപാടി ഹല്ലേലൂയ എന്നും ആരും പറഞ്ഞില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീണ് 5 മിനിറ്റിനാണ് നമ്മളൊരു പരിപാടി ചെയ്തത്. എന്താ അറിയോ? നമ്മൾ ചിരിച്ചോണ്ട് ജനിച്ചവർ ലോകത്തിലാരുമില്ല. എല്ലാവരും ജനിച്ചത് കരഞ്ഞോണ്ടാണ്. എന്തിനാ? ദുഃഖം കൊണ്ടല്ല, ഒരു എനർജിയാണ്. കാരണം 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പം ഒരു പാടുമില്ല. അമ്മയുടെ അമ്പിളിക്കസ് ട്യൂബ് വഴി ഇഷ്ടം പോലെ ശ്വാസോച്ഛ്വാസം തന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മച്ചി നമ്മളെ പുറത്തോട്ട് വിട്ടത് 5 മിനിറ്റ് നേരത്തേക്കുള്ള തന്നാ വിട്ടത്. മോനെ മോളെ നിന്നെ ഞാൻ പ്രസവിക്കുന്നു, 5 മിനിറ്റ് നേരത്തേക്കുള്ള ഓക്സിജൻ കൂടെ തന്നിരിക്കുന്നു, 6ാമത്തെ മിനിറ്റ് നീ തന്നെ ശ്വസിച്ചില്ലെങ്കിൽ നീ പോക്കാം എന്ന് പറഞ്ഞു. അതിനെ വിട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചാൽ നോക്കിക്ക് ആദ്യം കരയുക. ഇനി അഥവാ കരയാത്ത കുഞ്ഞാണെങ്കിൽ നേഴ്സിൻ്റെ ജോലിയാണ് 2 അടിയും പിച്ചും ഒന്നും കൊടുക്കത്തില്ല, ഇങ്ങനെ ഒന്ന് അനക്കി കരയിക്കും. എന്തിനാണെന്നറിയാവോ? കരയുമ്പോൾ ശ്വാസകോശം വികസിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് നമ്മുടെ ബ്രീത്തിങ്. ഇവിടെ അതിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മൾ കരഞ്ഞപ്പം ശ്വാസകോശം ഉണ്ടെങ്കിലും അതിന് പണിയില്ല. അവിടെ നമ്മയുടെ അത് കിട്ടിയില്ലേ? അപ്പോൾ ആദ്യത്തെ ഹീ എന്നൊരു കരച്ചിൽ, ഇവൻ ഉദ്ഘാടനം, അതൊരു എനർജിയാണ്. ആ എനർജിയിലാണ് നമ്മൾ തീരാൻ പോകുന്നത്. അപ്പനും അമ്മയും ഭാര്യയും മക്കളും എല്ലാം കൂടെ നിൽക്കുമ്പോൾ ഹീ എന്നും പറഞ്ഞൊരു എനർജി സംഗതിയും പോയി ഇല്ലേ? അപ്പോൾ ജീവിക്കുന്നത് 2 എനർജിയുടെ നടുവിലാണ്. തുടങ്ങിയത് ഒരു എനർജി, തീരുന്നത് ഒരു എനർജി. ഇതിനിടയ്ക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒത്തിരി എനർജി വേണം. ആ എനർജി ക്രൂശിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമുക്ക് ലോകത്തിന് കിട്ടുന്ന എനർജി ഉണ്ട് ഒത്തിരി. അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, അതിനെല്ലാം ടെർമിനേഷൻ പോയിന്റാണ്. ബുദ്ധി ഒരു എനർജിയാണ്. ബുദ്ധി അതൊക്കെ നല്ലതാ ഇല്ലേ? കഴിവ്, ആരോഗ്യം, ബലം, പണം അതെല്ലാം തീരും. എന്നാൽ ക്രൂശിലൊരു എനർജിയുണ്ട്. ആ എനർജിയാണ് ക്രൂശിൻ്റെ ശക്തി. എന്താ? കൊരിന്ത്യർ 1:18 വായിച്ച്, അതാണ് നമ്മുടെ എനർജി. കൊരിന്ത്യർ 1:18. എന്തുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നു? വായിക്കാം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ശക്തിയാ. ഏതാ? തടിക്കുരിശല്ല, സ്വർണ്ണക്കുരിശല്ല. എൻ്റെ പ്രിയൻ അവിടെ രക്തമൊഴുക്കി കഴിഞ്ഞിട്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ആ ക്രൂശിൽ നിന്നും ഒരു എനർജി വന്നു. അത് അനുഭവിക്കുന്നവർക്കെല്ലാം അതൊരു ശക്തിയാ. ആ ശക്തി കൺഫേം ചെയ്ത് കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ചെയ്യാറിൻ്റെ സൈഡിലോട്ട് നോക്കി അവിടെ യേശു ഇരിപ്പില്ല. പക്ഷെങ്കിൽ നമ്മുടെ അകത്തൊരു പവറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ. ആ പവർ നമുക്ക് കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? ക്രൂശിലെ ശക്തിയാ. അതിനെ ക്രൂശിന്റെ ശക്തി പറയുന്നതാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. കണ്ടോ? സകലത്തിലല്ല, സകലത്തിലും. ഫിലിപ്പിയർ 4:13 ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. വായിച്ചേ കുഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. കാരണം ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കൂടെ. പഴയ നിയമത്തിലെ യഹോവ തന്നെയാ യേശു. നമുക്കറിയാം. വേറൊരു കോൺസെപ്റ്റ് കാണരുത്. യേശു ദൈവം തന്നെ. ഇപ്പൊ യേശു കൂടെ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? നമ്മുടെ പ്രവൃത്തികളിൽ അറിയാം. ദൈവം കൂടെ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? വായിക്കാം. ഉൽപ്പത്തി 39:1. ദൈവം ഉണ്ടോന്ന് നോക്കിയേ. ഉൽപ്പത്തി 39:1. ജനസിസ് 39:1. എന്നാൽ യോസേഫിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായി പോത്തിഫേർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യോസഫിനെ, അപ്പന്റെ ഏറ്റവും ഇളയ പുത്രൻ, സുന്ദരൻ, 12 മക്കളിൽ അപ്പ സ്നേഹിച്ചവൻ, നല്ല ഒന്നാം തരം തിരുവല്ലക്കാരുടെ ഭാഷ അടിപൊളി ഉടുപ്പിട്ടവൻ. ശ്രദ്ധിച്ചോ? പിന്നെ രാത്രി കിടന്ന സ്വപ്നം കാണുന്നവൻ. എത്ര ക്വാളിറ്റിയാ. പക്ഷേ ഇതെല്ലാം പോയി ഇപ്പം ആരായി?
മാർക്കറ്റിൽ കൊണ്ട് നിർത്തിയിരിക്കുക, മീന്തലക്കര ചവണി കൊണ്ട് നിർത്തിയിരിക്കുക, വാഴക്കൊല വെച്ച പോലെ നിരത്തി വെച്ചിരിക്കുക. അത് ചെന്ന് പൊത്തിപ്പേർ മേടിച്ചു. പൊത്തിപ്പേർ വിലയ്ക്ക് മേടിച്ച് പൈസയും കൊടുത്ത് കൊണ്ടുവരുമ്പോൾ മലത്തെ കാതിൻ്റെ മേളിൽ ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കി ഒരു സൂത്രം ഇടും. എന്നാ ആ ഇഷ്പരി എന്താ നീ എൻ്റെ അടിമ, ഇതിലടക്കാന്ന് കാണാൻ മേലെ ഇവിടെ കിഴുതയിട്ട് മറ്റവൻ്റെ അടിമയാണ്. സ്തോത്രം. വലത്തെ കാതിൻ്റെ മേളിൽ ഒരു ദ്വാരം ഇട്ടു, ഇവൻ്റെ ഒരു ചെറിയ സൂത്രം ഇട്ട് വളച്ചിട്ടു. അതിൻ്റെ അർത്ഥം ഇവൻ അടിമ. അപ്പോൾ ഇവനെ പിടിച്ചുകൊണ്ട് പോയി പൊത്തിപ്പേറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. കേട്ടോണം, വീട്ടിൽ കൊണ്ടുപോയി ബെല്ലടിക്കാനെന്ന് അന്ന് കോളിംഗ് ബെല്ലോ ഇലക്ട്രിസിറ്റി ഇല്ല. കഥക് തുറന്നു. മിസ്സസ് പൊത്തിപ്പേരോട് പറഞ്ഞു, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ചെറുപ്പക്കാരനെ കൊണ്ടു ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യാൻ. സന്തോഷം. അടുത്ത വാക്യം വായിച്ചേ. യഹോവ യോസേഫിനോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ശ്രദ്ധിക്കണേ, ആ വാക്ക് നോക്കിക്കേ. ജോസഫ് became a prosperous person because God was with him. ഇവനെ അടിമയാക്കിയിട്ട് യഹോവ അവനെ വിട്ടുപോയില്ല. ലോകം അവനെ അടിമയാക്കിയിട്ടും യഹോവ വിട്ടുപോയില്ല. കാരണം അവൻ്റെ അകത്ത് നമ്മൾ ദൈവത്തെ വിട്ടില്ല. ശ്രദ്ധിക്കണേ, അവൻ്റെ അകത്ത് നാം ദൈവത്തെ വിട്ടില്ല. ഈ ദൈവം എനിക്ക് വേണ്ട, എന്നെ ഈ പണി എൻ്റെ ചേട്ടന്മാർ ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ അവൻ വിട്ടില്ല. പ്രശ്നങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വരുമ്പോൾ ദൈവത്തെ വിട്ടാൽ തമ്പുരാനും വിടും. അന്നേരം ഈ വീണാ സിസ്റ്റർ പാടിയ പോലെ മുറുകെ ഒന്ന് പിടിച്ച് നോക്കിക്കേ, തമ്പുരാൻ കൂടെ വരും. ഇവൻ യഹോവയെ വിട്ടില്ല, ദൈവം കൂടെ ഉണ്ട്. എങ്ങനെ യഹോവ കൂടെ ഉണ്ടെന്ന് എങ്ങനെ തെളിഞ്ഞു? അടുത്ത വാക്യമായിരു. കറക്റ്റായിട്ട് അവളെ തെളിയിച്ച് യഹോവ കൂടെ ഉണ്ടെന്ന്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്നത് നമ്മുടെ ജോലിയിൽ നമ്മൾ തെളിയിക്കണം. വായിച്ചാട്ടെ. യഹോവ അവനോട് കൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ആ യജമാനൻ നിരീക്ഷിച്ചപ്പോൾ ഇവൻ ചെയ്യുന്നതിനെല്ലാം ഒരു ക്ലാരിറ്റി, ഇവൻ ചെയ്യുന്നതിനെല്ലാം ഒരു നീറ്റ്നെസ്. ഇവൻ മുറി തുടച്ചാൽ ഡസ്റ്റ് എല്ലാം മാറും. തലേദിവസം കുഞ്ഞമ്മ മുടച്ചപ്പോൾ ഡസ്റ്റ് അങ്ങോട്ട് കയറ്റി സൈഡിലോട്ട് കയറ്റി വെച്ചു. മനസ്സിലായോ? ഇവൻ പാല് കിടന്നാൽ ഇഷ്ടം പോലെ പാല്, തലേ ദിവസം അണ്ണാച്ചി കിടന്നാൽ വെള്ളത്തിലോട്ട്. അപ്പം ഇവൻ ചെയ്യുന്നതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി. ദൈവമക്കൾ ജോലി ചെയ്താൽ ക്ലാരിറ്റി വേണം. ബാങ്കിലോ ഓഫീസിലോ സ്കൂളിലോ എവിടെയും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ കൈയല്ല ചെയ്യുന്നത്, കൈ ചെയ്യുന്നു, പ്രവർത്തിക്കുന്ന നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ക്രൂശിൻ്റെ സന്ദേശം നമ്മളിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ പ്രവൃത്തിക്കൊരു ക്ലാരിറ്റി വേണം. നമ്മുടെ മേലധികാരി ആരും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി പറയണം, ഇതൊരു പ്രത്യേക ആളാണല്ലോ, ഇവനൊരു പ്രത്യേക വ്യക്തിയാണല്ലോ, ഇവളുടെ ജോലിയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ക്ലർക്കായേക്കാൻ വേണ്ട. സഹോദരി, നീ ഒരു തൂപ്പുകാരത്തിയാണെങ്കിൽ പോലും, നീ പിടിച്ചിരിക്കുന്നത് ചൂലാണെങ്കിലും നിന്റെ കൈ ചലിക്കുമ്പോൾ ചലിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു മൈനർ ജോലിയായേക്കാം, മേജർ ജോലിയായേക്കാം, നീ കൃപയിലാണെങ്കിൽ പ്രവർത്തിക്കുന്നത് ആരാന്നറിയാമോ? ക്രൂശിലെ ശക്തിയാ പ്രവർത്തിക്കുന്നത്. അതിനൊരു ക്ലാരിറ്റി കാണും. അത് തമ്പുരാന്റെ വാഗ്ദത്തമാ. മനസ്സിലായോ? അതാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതിയെന്ന് പറഞ്ഞത്. ആരാധന മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ജോലി, സെക്കുലർ ജോലി, ഡീലിങ്സ് എല്ലാം ഒരു ക്ലാരിറ്റി വേണം. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ. നമ്മളങ്ങനല്ല പറയേണ്ടത്. ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഞാൻ വെജിറ്റേറിയനാണ്. സ്തോത്രം. നമുക്ക് ദൈവമക്കൾക്ക് നമ്മുടേതായ ഒരു തനിമയുണ്ട്. അത് സൂക്ഷിച്ചാലേ ഉള്ള അകത്ത് കർത്താവ്. ലോകം എങ്ങനെ വീട്ടിൽ പാടട്ടെ, പക്ഷെങ്കിൽ നമുക്ക് വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെടുത്താതെ നമ്മൾ കൃപയിൽ നിന്നാൽ ഈ ക്രൂശിലെ ശക്തി നമ്മളെ ജയിപ്പിക്കും. പോരാട്ടം വരും. പൊത്തിപ്പേറിൻ്റെ വീട്ടിലെ പോരാട്ടം വന്നു. അവനെ ആരാക്കിയെന്നറിയാവോ? തുടർന്ന് കാണാം, കൊണ്ടുവന്ന തൂപ്പുകാരനായിട്ടാ. ഇപ്പൊ PA, സകലത്തിലും മേലധികാരി, എല്ലാത്തിൻ്റെ അധികാരി. രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതനാണ് അദ്ദേഹം. ചെറിയ പുള്ളിയൊന്നുമല്ല പൊത്തിപ്പേർ. രാജാവ് രാജാസനത്തിലിരിക്കും. രാജ്ഞിയാണെങ്കിൽ പോലും വരുമ്പം ഇപ്പുറത്തിരിക്കുന്ന ആളാരാന്നറിയാവോ? പൊത്തിപ്പേറാ. രാജ്ഞിയാണെങ്കിൽ പോലും പുരാതന നിയമമാണ്. 2 കാര്യമാണ്. രാജ്ഞി കൊട്ടാരത്തിൽ, രാജാവ് രാജാസനത്തിൽ. എവിടെ? ദർബാർ ഹാളിൽ. അപ്പോൾ രാജ്ഞി ഇങ്ങോട്ട് വരികയാണെങ്കിൽ പോലും അപ്പുറത്ത് താഴെ ഇരിക്കുന്ന പൊത്തിപ്പേറാ. ഒന്നുകിൽ പൊത്തിപ്പേർ സമ്മതിക്കണം കയറാൻ, അല്ലെങ്കിൽ രാജാവ് തൻ്റെ ചെങ്കോല് നീട്ടണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അടുത്ത നിയമം അപ്പുറത്തിരിക്കുന്ന പട്ടാളക്കാരൻ തലവെട്ടി ദൂരെ കളഞ്ഞോളാനാ. സെക്യൂരിറ്റി, സുരക്ഷിതത്വം ആരുടെ? രാജാവിൻ്റെ സെക്യൂരിറ്റിയാണ്. 2 കാര്യമാണ്. ഒന്ന്, രാജാവ് പൊൻചങ്കോൽ നീട്ടണം. അതാ എസ്തറിൻ്റെ കാര്യത്തിലുണ്ടായത്. അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന അകമ്പടി നായകൻ പറയണം കയറിക്കോളാൻ. ഇനി രാജ്ഞിയാണെ പോലും കാര്യം വെച്ചാൽ തട്ടിക്കളയും. അത്ര ഹൈ പവറുള്ള ആളാരാ?
ആരാ? പൊത്തിപ്പേർ. അവിടെ സർവത്തിനും അധികാരിയായി. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി. സ്റ്റിവാർഡ്, നമ്മുടെ നാടൻ ഭാഷ PA. രാജാവിനോട് തത്തുല്യമായ സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യന്റെ സകലത്തിൽ മേലും അധികാരി. ഇപ്പൊ പിശാചിനാ വേദന. വേദന ആർക്കാന്നറിയാവോ? സാത്താനാ. നിങ്ങൾ നന്നായാൽ, നിങ്ങളുടെ മക്കൾ നന്നായാൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ, നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടാൽ, നമ്മുടെ ചർച്ച അനുഗ്രഹിക്കപ്പെട്ടാൽ, നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെട്ടാൽ, വേദന ഇപ്പുറത്ത് നിൽക്കുന്നവനല്ല, പിശാചിനാ. ഈ ക്രൂശിന്റെ ശക്തിയുടെ കാര്യം പറയുക, യഹോവ കൂടെ ഉണ്ട്, എന്നാലും പിശാചിന് തലവേദന. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടി, നമ്മൾ നല്ല രീതിയിലൊക്കെ വരുമ്പം അവനാ തലവേദന. അവൻ നമ്മളെ പിടിക്കാൻ നോക്കും. ഞാൻ വേഗം അങ്ങ് പറഞ്ഞു നോക്കാം. 22-ാം വാക്യം ഒന്ന് വായിച്ചേ. 22-ാം വാക്യം 39-ന്റെ കാരാഗൃഹത്തിൽ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 20-ാം വാക്യം. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന് ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. യഹോവ ഉള്ളതിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവനെ പിശാച് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിപ്പിച്ചു. നിങ്ങൾക്കും എനിക്ക് പ്രശ്നങ്ങളൊക്കെ വരും. സഭയിൽ വരും, വീട്ടിൽ വരും, ജോലിയിൽ വരും. വിശുദ്ധിയിലും വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമല്ലാത്ത ലോകമായതിനാൽ ഇല്ലാത്ത പ്രോബ്ലം വരും. കർത്താവിൻ്റെ ദാസന് സഭയെ 10,000 പേരെ ഇങ്ങനെ വിടുത്തി ആരാധിപ്പിക്കുമ്പോൾ തലവേദന ഇവിടുത്തെ വേറെ ആർക്കും അല്ല, പിശാചിനാ. അപ്പോൾ ഇവനെ ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ച് ജയിലിലിട്ടു. ഒന്നും പേടിക്കണ്ട, കൊണ്ട് ജയിലിലിട്ട്. ഇനിയൊന്ന് വായിച്ചേ. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. നോക്കിക്കേ, ഇവൻ ജയിലിൽ പോയപ്പോൾ യഹോവ കൂടെ. അതിന്റെ മർമ്മം എന്നാന്നറിയാവോ? നീ കൃപ വിട്ടിട്ടില്ലെങ്കിൽ ലോകത്തിൽ നീ എവിടെ പോയാലും യേശുവിന്റെ ക്രൂശിന്റെ ശക്തി വിൽ ഫോളോ യു. നീ കൃപ വിട്ടിട്ടില്ലെങ്കിൽ എന്തും വരട്ടെ, ആറ്റം ബോംബ് താഴെ വരട്ടെ, ഒരു സൈന്യം നിനക്കെതിരെ വരട്ടെ, യഹോവ കൂടെ ഉണ്ടായിരിക്കും. യഹോവ എന്ന് പറഞ്ഞാൽ ക്രൂശിലെ യേശുവിന്റെ ശക്തി നമുക്ക് വെളിപ്പെടുക. അതവിടെ തെളിയിച്ചു. ഒന്ന് വായിച്ചേ. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ ഒറ്റ വാക്ക് മതി. തെളിയിച്ചു യഹോവ കൂടെ ഉണ്ടെന്ന്. എങ്ങനെ തെളിഞ്ഞു? ഇവനെ കൊണ്ട് ജയിലിൽ കയറ്റി. ഇവനെ എങ്ങനെ സ്വീകരിക്കണം? ആ രാജ്യത്തിലെ രാജാവ് കഴിഞ്ഞാലുള്ള ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥനാ പൊത്തിപ്പേർ. ഇവൻ്റെ പേരുള്ള ചാർജ് ഷീറ്റ് കൊടുത്തു വിട്ടു. ഇവൻ അന്യനാട്ടുകാരനാ, ഈ രാജ്യക്കാരനല്ല, പുറം രാജ്യക്കാരനാ, അടിമച്ചെറുക്കനാ, അവൻ്റെ കാതേ കിടപ്പുണ്ടത്. പിന്നെ രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കിന്നാരം പറയാൻ ചെന്നവൻ. തെളിവ് ഇവൻ്റെ 1-ാം തരം നല്ല ഷർട്ട് അവിടെ കയ്യിലുമുണ്ട്. അപ്പോൾ ഇവനെ എങ്ങനെ ജയിലിൽ സ്വീകരിക്കണം? കേട്ടോ, ഇവനെ ജയിലിൽ കൊണ്ടുവന്നാൽ ഒരു മാലയല്ലായിട്ട് 2 പോലീസുകാരിട്ട് സ്വീകരിക്കണോ? വിളക്ക് കത്തിച്ച് ചോദിച്ചു, ജോസഫ് ഗുഡ് മോർണിംഗ്, വരാ, അകത്തോട്ട് കയറുന്നതാണോ? മലയാളിയുടെ ഭാഷ സ്വീകരിക്കുന്ന വാക്ക് കേൾക്കണോ? നടയടി. അങ്ങനെ ഇടിക്കാനായിട്ട് ഈ കാരാഗ്രഹപ്രമാണി കൈ അങ്ങോട്ട് പോക്കിയപ്പം കൈ താഴുന്നില്ല. കാരണം ഇവൻ്റെ അകത്തെ യഹോവ. ഇവന് ദയ തോന്നിയിട്ട് ഇവൻ കാരാഗ്രഹത്തിലുള്ള സകലത്തിൻ്റെ മേൽ ഇവനെ ആക്കി. ക്രൂശിലെ ശക്തി ദൈവമക്കൾക്ക് വരാൻ പോകുന്നത് ഞാൻ പറയുന്നത്. ഈ നമ്മളെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സാത്താൻ സൃഷ്ടിച്ച് നമ്മളെ ഒരു തകർച്ചയിൽ കൊണ്ടുവന്നാലും നമ്മൾ കൃപയിലാണെങ്കിൽ യഹോവ നമ്മളെ വിട്ടുമാറത്തില്ല. യേശുവിൻ്റെ ശക്തി നമ്മളെ വിട്ടുമാറത്തില്ല. ക്രൂശിൻ്റെ ശക്തി വിട്ടുമാറത്തില്ല. അതിൻ്റെ സിമ്പലാണ് കാരാഗ്രഹ പ്രമാണിക്കുവനോട് അലിവ്. ഇവനെ അവിടെ കിടക്കുന്ന എല്ലാത്തിന്റെ മേലധികാരി. ഇനി 20-ാം വാക്യമാക്കിയ ദൈവത്തിന്റെ പ്രോജക്റ്റ്. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. ദൈവമക്കളെ, ശത്രു, ലോകം, തിന്മ, എനർജിയാ നമ്മുടെ വിഷയം. യഹോവ ക്രൂശിന്റെ ശക്തി അകത്തുണ്ടെങ്കിൽ ജീവിതം വിജയിക്കും. ഇവനെ പിടിച്ച് തോക്കിക്ക് തകർക്കാൻ പോവുക. ഇവനെ ജയിലിലാക്കിയെന്നല്ല, എനിക്കും നിങ്ങൾക്കും പലതരത്തിൽ സഭയ്ക്കോ നമുക്കോ പ്രശ്നങ്ങൾ വരുമ്പോൾ, സാത്താൻ പ്രശ്നങ്ങൾ ഇടുമ്പോൾ സ്വർഗം അതിനൊരു ചെറിയ തോണ്ടും. ഇവനെ പിടിച്ച് എവിടെ ഇട്ടു? യോസേഫ് രാജാവിനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. ലോങ് പ്ലാൻ കേട്ടോണം. അതാ ക്രൂശിന്റെ ശക്തി. ശത്രു, പിശാച് എനിക്കും നിങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എതിരായി പ്രോജക്റ്റ് ഇടും. അതിൻ്റെ പേരാണ് മാസ്റ്റർ പ്ലാൻ. തകർക്കാൻ തമ്പുരാൻ അതേ പ്ലാനിനകത്ത് ഒരു അടിവര ഇടും. സൂപ്പർ പ്ലാൻ. കേട്ടോ, ഈജിപ്തിൽ 2 ജയിലുണ്ട്. ഒന്ന് സാധാരണ കുറ്റവാളികളെ ഇടുന്ന ജയിലാണ്. ആരാന്നറിയാമോ? മോഷ്ടാക്കൾ, പിടിച്ചുപറിക്കാർ, ഇങ്ങനെയുള്ള ഈ ക്രിമിനൽസ്, കുറ്റവാളികൾ, അടിപിടി, മോഷണം, ഇതെല്ലാം നടത്തുന്നവരിടുന്ന സ്ഥലമാണ്. അതിൻ്റെ സയൻസ് ഏതൊരു ജയിൽ ഉദ്യോഗസ്ഥനെയും വിളിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കിയോ. അവരുടെ ഭാഷ പറയാം. ഒരുത്തൻ ജയിലിൽ കയറിയാൽ പിന്നെ അവൻ ഇറങ്ങുന്നതുണ്ടല്ലോ,
അവന് പിന്നെ ജയിൽ മതി. ഒരിക്കൽ ജയിലിൽ കഴിഞ്ഞാൽ അവന് പിന്നെ ജയിൽ ഇഷ്ടമാണ്. അവൻ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? അവൻ അതിൻ്റെ ഡിഗ്രിക്കാരനായിട്ട് സാധാരണക്കാരനായിട്ടല്ല, പിന്നെ അവൻ മൂത്ത കുറ്റവാളിയായിട്ട് ഇറങ്ങത്തുള്ളൂ. എന്താണെന്നറിയാവോ? അവൻ കയറിക്കിടക്കുന്ന കുറ്റവാളികളുടെ നടുവിലാണ്. പിടിച്ചു പറിക്കാർ, മോട്ടാക്കൾ, ഇവരെല്ലാം ഒന്നിച്ച് കൂടും. അവരവരുടെ കാറ്റഗറിയാണ് കൂടുന്നത് ഒന്നിച്ച്. അതിനകത്ത് ചർച്ച ചെയ്യും. വെളിയിലിറങ്ങി അടുത്ത പരിപാടി ആരെങ്കിലും ദൈവദാസന്മാർ ചെന്ന് കുണപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവന്മാർ വെളിയിൽ ചാടുന്ന മോസ്റ്റ് ഗ്രാജുവേറ്റായിട്ടാണ്. കാരണം ടെക്നോളജി പഠിച്ച ജോസഫിനെ കുറ്റവാളികളുടെ നടുവിലെങ്ങാനും കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ ഇവൻ ഒന്നാമത് എന്തു ചെയ്യും? ഇവനൊരു നല്ല മോട്ടാവോ പിടിച്ചുപറിക്കാരനോ കൊലപാതകനോ ഒരു വഴക്കാളിയായിട്ട് വെളിയിൽ വരും. തമ്പുരാൻ അറിയാം. അതിനെന്ത് കേട്ടോണം, ലോകം അവന് എതിരായിട്ട് ചെയ്തു, തമ്പുരാൻ അവൻ അനുകൂലമാക്കി ചെയ്തു. ക്രൂശിൻ്റെ ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ വരുന്ന പ്രശ്നത്തെ കൺവേർട്ട് ചെയ്ത് ഗുണമാക്കുന്ന ഒരു പ്രോസാ ക്രൂശിൻ്റെ ശക്തി. ഇവനെ കൊണ്ടിട്ടത് എവിടെയെന്നറിയാവോ? ഇങ്ങനത്തെ കുറ്റവാളികളുടെ ജയിലിലല്ല, ബുദ്ധിജീവികളുടെ ഇടയിൽ. രാജാവിൻ്റെ ബദ്ധന്മാരെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്നവരും അതിനകത്ത് തുരങ്കം വെച്ചവരുമായ വൈസ് പീപ്പിൾ. രാജാവിൻ്റെ സമ്പദ്ഘടന അറിയാവുന്നവരും അതിനെ തകർക്കാൻ ശ്രമിച്ചവരും രാജാവിൻ്റെ രാജ്യ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത പുള്ളികൾ, ഇവരൊക്കെ ബുദ്ധിജീവികളാണ്. രാജാവിൻ്റെ ഹൈ ക്ലാസ് ഉദ്യോഗസ്ഥന്മാരാ. അവർ പണത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ രാജാവിൻ്റെ രഹസ്യങ്ങൾ രാജ്യരക്ഷയ്ക്ക് ദോഷമായിട്ടുള്ളത് മറ്റ് രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് പിടിച്ച് അകത്തിട്ടിരിക്കുന്നവരാ. ഇവരെല്ലാം ബുദ്ധിജീവികളാണ്. ഇവരുടെ നടുവിൽ ഈ ചെറുക്കനെ കൊണ്ടിടാൻ തമ്പുരാനൊരു പ്ലാനുണ്ട്. നിൻ്റെ കൂടെ ഞാനുള്ളത് കൊണ്ട് ഒരു 10-13 വർഷം കഴിഞ്ഞ് നിന്നെ എനിക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കണം. നീ അത് പഠിച്ചിട്ടില്ല. നീ ചേട്ടന്മാരുടെ കൂടെ നടന്നും ആടുമേച്ചും പഠിച്ച നിന്നെ ഒരു അന്നത്തെ ലോകത്തിൽ ഏറ്റവും എക്കണോമി ഉയർന്ന രാജ്യത്തിൽ പ്രധാനമന്ത്രിയാക്കാൻ നിന്നെ ഞാൻ കോളേജിലല്ല വിടുന്നത്. നിന്നെ ഞാൻ 13 വർഷം ഇവരുടെ ഇടയിലിട്ട് പഠിക്കുമ്പോൾ നീ ഇടുമ്പോൾ നിനക്ക് ഹൈ നോളജ് കിട്ടും. നീ വെളിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി വരുമ്പോൾ നിന്നെ ഞാൻ പ്രധാനമന്ത്രിക്ക് തുല്യനാക്കും. ഈ പ്ലാൻ നോക്കിക്കേ, യഹോവ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഏറ്റവും ലോകം കാണുന്ന നിന്ദ്യമായ ജയിൽ കിട്ടിയിട്ടും ആ ജയിലിനകത്ത് തമ്പുരാൻ ഒരു ഡിമാർക്കേഷൻ നടത്തി അവനെ ഉയർത്തിയതുപോലെ ക്രൂശിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ആ എനർജി ഉണ്ടെങ്കിൽ, ഏത് കഷ്ടങ്ങൾ വന്നാലും അതിനകത്ത് ഉരുക്കിയെടുത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥാനം തരാൻ സ്വർഗം തയ്യാറാ. പക്ഷെ ആ ക്രൂശിന്റെ ശക്തി നമ്മൾ ഉപയോഗിക്കണം. ഒന്ന്, ക്രൂശിന്റെ ശക്തി സമാധാനം തരും. 2, ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുവാൻ മതിയായ എനർജി തരും. അതാ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. എന്താ ആ ക്രൂശിലെ രക്തത്തിൻ്റെ 3 കാര്യം ആ ക്രൂശി ചെയ്തത്? 1, നമ്മുടെ പാപം മാറ്റി. 2, നമ്മുടെ പാപമെല്ലാം മാറ്റി. 2, നമുക്ക് ലോകത്തിൽ ജീവിക്കാനുള്ള എനർജി തന്നു. 3, നമ്മളെ തകർക്കുന്ന വരുന്ന സാത്താനെ അവിടെ തകർത്ത് താഴെ ഇട്ടു. ഈ 3 ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. 3, ക്രൂശിൻ്റെ ശക്തി കരുതലും സ്നേഹവുമാണ്. കെയർ ആൻഡ് ലവ്. നമ്മുടെ വീട്ടിൽ ഇതില്ലെങ്കിൽ ക്രൂശിലെ ശക്തി നമുക്കില്ല. നമുക്ക് പ്രശംസിക്കാനൊക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കരുതലും സ്നേഹവും ഉണ്ടോ, അതിൻ്റെ അർത്ഥം എന്നെ ശക്തനും മുഖാന്തരം എനിക്ക് സകലത്തിലും മതിയെന്ന് പറഞ്ഞാൽ ആ ക്രൂശിലെ ശക്തി സ്നേഹവും കരുതലുമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരുവചനത്തിൽ കൂടിയാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. അറിയാം 2 കാര്യം. 1 കരുതൽ, 1 സ്നേഹം. താൻ സ്നേഹിച്ച ശിഷ്യൻ, തൻ്റെ മാറോടണച്ചവൻ, അവനോടുള്ള സ്നേഹം. 2 കരുതൽ, തന്നെ പ്രസവിച്ച് വളർത്തിയ മറിയ അമ്മയോടുള്ള കരുതൽ, ശിഷ്യനോടുള്ള സ്നേഹം ഒന്നിച്ചങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്തു. ക്രൂശിൽ കിടക്കുമ്പോൾ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ദൈവമക്കളെ, ഈ സ്നേഹം വീട്ടിലുണ്ടോ? സ്നേഹമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ, അപ്പനും മക്കളും തമ്മിൽ സ്നേഹമുണ്ടോ? കരുതലുണ്ടോ? ആർക്കെങ്കിലും ഒരു അസുഖം വരുമ്പം അകത്ത് നിറുകിറുപ്പുണ്ടോ? ക്രൂശിലെ ശക്തി ഇല്ല. ശ്രദ്ധിച്ചിട്ട് നമുക്കെല്ലാം വരാവുന്ന നമ്മളെ തകർക്കാൻ സാത്താൻ നോക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം മനസ്സിനകത്ത് തിരിച്ച് ചിന്തിക്കരുത്. കഷ്ടം വരും, രോഗം വരും. നമ്മുടെ വീട്ടിനകത്തെ സ്നേഹവും കരുതലും ഒന്നിച്ച് കാണിക്കാമെങ്കിൽ ക്രൂശിൽ പ്രശംസിക്കാം. സ്നേഹവും കരുതലും ഒന്നിച്ചൊരു ടിൻസ് പോലെ, ഇരട്ടക്കുഞ്ഞുങ്ങളെ പോലെ കരുതണം, സ്നേഹിക്കണം.
പരസ്പരം കരുതണം, സ്നേഹിക്കണം. ഒരു കുഞ്ഞെ ഒരു പ്രാവശ്യം തോറ്റുപോയെങ്കിൽ അവളെ ചാടിക്കാനല്ല, അവളെ കരുതണം. 2 മക്കളിൽ മൂത്തത് ശൽവ മോശവാ, മിടുക്കനാണെങ്കിൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ വാഗമൺ ടീ ഗാർഡൻ്റെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു മർത്തമ കുടുംബത്തിൽ ജനിച്ച് ഞാൻ CSI വളരുക. അന്നേരമാണ് ഞാൻ ബ്രിട്ടീഷ് കമ്പനിയാണ് ഇവിടുത്തെ ഒരു ഞങ്ങളുടെ 1800 ഏക്കർ സ്ഥലമാണ്. അത് പലരും എടുത്തുകൊണ്ട് പോവുക, അതിന് റെക്കോർഡില്ല, അതിന് സായിപ്പ. അയാൾ തിരുവല്ല എന്നൊരു പേര് ഞാൻ പറയത്തില്ല, നിങ്ങൾ അറിയും. തിരുവല്ലയ്ക്ക് സമീപത്തു നിന്നൊരു സർവേരെ വരുത്തി. സ്തോത്രം. സർവേരെ വരുത്തി കഴിഞ്ഞപ്പം സായിപ്പനറിയാം നാട്ടുകാർ ഇയാളെ വളച്ച് സ്ഥലം പിടിച്ചെടുക്കും. അതിന് കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്ന് ഞാൻ എൻ്റെ ജോലിയോട് ഞാൻ വളരെ സത്യസന്ധനും വിശ്വസ്തനുമാണ്. അതിനെനിക്ക് ഒത്തിരി അവാർഡും കിട്ടിയിട്ടുണ്ട്. അന്നേരം സായിപ്പ് ഒരു ഓർഡർ ഇട്ടു, ഈ വരുന്ന വെള്ളിയെ മിസ്റ്റർ തോമസ് മാമൻ്റെ വീട്ടിലെ താമസിപ്പിക്കാവുള്ളൂ, വേറെ എങ്ങും താമസിപ്പിക്കരുത്. ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. അപ്പോൾ എനിക്കും വളരെ സന്തോഷം, കാരണം ഇതൊരു പ്രായമുള്ള മനുഷ്യനാണ്, അതും ഇതൊക്കെ കൊടുത്താൽ മതി. എനിക്ക് അന്നത്തെ സിസ്റ്റത്തിൽ അടിച്ച് കത്തിച്ച 5 സ്റ്റാറിൻ്റെ ബില്ലടിച്ചാൽ കാശ് കിട്ടും. ഈ മനുഷ്യൻ കൂടിയാൽ 100 രൂപയുടെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഒരു ദിവസത്തേക്ക് 1000 രൂപയ്ക്ക് അടിക്കാം. എന്താ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, അന്നത്തെ പ്രോസ് അഭാവമൊന്നുമല്ല, സിസ്റ്റമാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഈ മനുഷ്യൻ 1 മാസം താമസിക്കട്ടെന്നാണ്. അന്നേരം വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ രോഗഭാവം മതി. എനിക്കൊരു ബഹുമാനം തോന്നി, കാരണം ഈ സർവേയർ തിയോഡലറ്റൊക്കെ ഞാൻ ആദ്യം കാണുക. തിയോഡലറ്റും വെച്ച് ഈ പറമ്പല്ല, ഈ മലയെല്ലാം കയറി നടന്നിട്ട് വൈകുന്നേരം എൻ്റെ വീട്ടിലായതുകൊണ്ട് ആരും മരത്തില്ല ഇയാളെ ക്യാൻവസ് ചെയ്യാൻ. പുള്ളി വൈകിട്ട് വന്നതൊന്നും അല്ല ചെയ്യുന്നത്. എനിക്കൊരു അതിശയം, ഈ ക്ഷീണിച്ച മനുഷ്യൻ ഞാൻ കൊടുക്കുന്ന ചായയും പലഹാരങ്ങളും കഴിച്ചിട്ട് വേദപുസ്തകം വായിക്കുക. ഇവിടെ ഇതൊരു ആദ്യത്തെ സംഭവമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, സാറേ ഈ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും മാർദ്ദവമാക്കി ജനിച്ചെന്ന് ഇന്ന കുടുംബത്തിലെയാണെന്നും പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല, സാറും രക്ഷിക്കപ്പെടണം എന്നോട് പറയുക. എനിക്കൊരു പുച്ഛം പോലൊക്കെ തോന്നി. എന്നാലും പ്രായമുള്ളൊരു മനുഷ്യനാണ്, വേദപുസ്തകം തുറന്ന് വായിക്കുന്ന ഇയാൾ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അത് കമ്പനിയുടെ ഗസ്റ്റാണ്. എങ്കിലും ഞാനിങ്ങനെ ബഹുമാനിച്ചൊരു അപ്പനും മകനും പോലായി. ഞാൻ ചോദിച്ചു, സാറിന് എത്ര മക്കളാണ്? അത് പറയാനാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ആണും 1 പെണ്ണുമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അത് മൂത്തവൻ ലോയ്ക്ക് പഠിക്കുക, രണ്ടാമൻ സാറേ അവന് മൂത്തവൻ ലോയ്ക്ക് പഠിക്കുക, രണ്ടാമൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക, മോള് മെഡിസിന് പഠിക്കുക. അന്നത്തെ കാലത്താണ് 1970 ഓർത്തോളം, ഒരാൾ എഞ്ചിനീയറിങ്ങിനും ഒരാൾ ലോയ്ക്കും ഒരാൾ മെഡിസിനും പഠിക്കുക അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ഇളയ കൊച്ചൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം ഞാൻ ഇളയ മോനോ, ഞാൻ ഓർത്ത് അവനെ വല്ല പ്രൈമറി ക്ലാസ്സിലോ വല്ലതായിരിക്കും. അപ്പോൾ പുള്ളി ഭാഷ താത്ത് പറഞ്ഞേക്കണോ, എൻ്റെ സാറേ അവനൊരു കൊഞ്ഞാണ്ടനാണ്, അതുകൊണ്ട് അവനെ ഞാൻ ബൈബിൾ സ്കൂളിൽ വിട്ടു. എടാ, എനിക്ക് അന്ന് അതിൻ്റെ തത്വം മനസ്സിലായില്ല. മൂത്തവനെ ലോയ്ക്ക് വിട്ടു, രണ്ടാമത്തനെ എഞ്ചിനീയറിങ്ങിന് വിട്ടു, മെഡിസിന് വിട്ടു, കൊഞ്ഞാണ്ടനെ ദൈവത്തിനും വിട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ പൊരുൾ കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിൻ്റെ കൃപയാൽ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോയി. അപ്പോൾ അന്ന് എനിക്ക് വീശിക്കേണ്ട അത് എടുത്ത് കളഞ്ഞ് ഞാനിങ്ങനെ സുവിശേഷം ഇങ്ങനെ നടക്കുമ്പോൾ തിരുവല്ലായി വന്ന് ഒരു പ്രാവശ്യം എസ്റ്റേറ്റിലോട്ട് പോകാൻ ബസ്സൊക്കെ കയറാൻ തുടങ്ങുമ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡിലാണ് പുള്ളിക്ക് എന്നെ പിടി കിട്ടിയില്ല, കാരണം എൻ്റെ ഷേപ്പൊക്കെ മാറി. എനിക്ക് പുള്ളിയെ പിടി കിട്ടി. ഞാൻ അന്നേരെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, ഇന്ന് നിങ്ങൾ കാണുന്ന ആനന്ദ് ഹോട്ടലാണ് സാറ്, രാജു പാഷൊക്കെ അറിയാം, അതല്ല, അതിൻ്റെ ഒരു പോത്തരിക്കൻസ് റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടെ വിളിച്ചുകൊണ്ട് ചായ എല്ലാം കൊടുത്തേച്ച് ഞാൻ ചോദിച്ചു, സാറിന് തന്നെ ഈ ക്ഷീണം? സാറേ, ഞാൻ രക്ഷിക്കപ്പെട്ടു. സാർ എന്നോട് പണ്ട് സുവിശേഷം പറഞ്ഞില്ലേ, അന്ന് ഞാനത് കാര്യമാക്കിയില്ല, ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു, നല്ലൊരു പെന്തിക്കോസുകാരനായിട്ട് ഞാൻ മാറി, ഞാൻ പ്രസംഗിക്കും. പുള്ളിക്ക് വലിയ സന്തോഷമായി. എൻ്റെ സാറിനെ കണ്ടാൽ ഇപ്പോൾ ആൾ മാറിപ്പോയല്ലോ. ഞാൻ ചോദിച്ചു, സാറിന് തന്നെ ഈ ക്ഷീണം? എൻ്റെ പൊന്നു സാറേ, എൻ്റെ ചിറകൊടിഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയി, എൻ്റെ ഇറക് 2ഉം പോയി. പിന്നെ എന്നെ പറ്റി സാറേ, എൻ്റെ മക്കൾ പണ്ട് എന്നോട് പറഞ്ഞൊക്കെ പുള്ളി മറന്നുപോയി. എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, മൂത്തവൻ ജഡ്ജിയാ, ഇവിടെ അടുത്തോടത്ത് എനിക്ക് പേടിയാ, അവനെ പിടിച്ചകത്തിന് പോകും. മറ്റവൻ എഞ്ചിനീയറാ, വല്ല കോലും വെപ്പിച്ച് എന്നെ തകർക്കും, അവർക്ക് എന്നെ വേണ്ട, പുച്ഛമാ. മോള് ഡോക്ടറായിരിക്കും, ഞാനവിടെ വീട്ടിലേ പോകത്തില്ല, വല്ല വിഷമൊന്നും തോന്നുന്നു എന്നെ കൊല്ലും, കാരണം അവർക്ക് എന്നെ വേണ്ട. സാർ എങ്ങനെ കഴിയുന്നു? എൻ്റെ സാറേ, എനിക്ക് ഒരു കൃപയുണ്ട്. ഇളയ ചെറുക്കൻ ഇപ്പോൾ ഒരു ഉപദേശിയാ, അവനും ഭാര്യ നല്ലതാ, അവരെന്നെ നോക്കും. പണ്ട് കൊഞ്ഞാണ്ടറാന്നും പറഞ്ഞ് ദൈവത്തിന് തള്ളിക്കളഞ്ഞവനാ. പ്രായമായപ്പം മിടുക്കികളും എല്ലാം തകർത്തപ്പോൾ കൊഞ്ഞാണ്ടറാ സൂക്ഷിച്ചത്. കർത്താവിന് നല്ലതൊന്ന് കൊടുത്തു നോക്കിക്കേ. ഈ ക്രൂശിൻ്റെ ശക്തി വരണമോ? വീട്ടിൽ ആർക്കെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അവിടെ ശപിക്കാനല്ല, പ്രാകാനല്ല, സ്നേഹം കൊടുക്കണം, കരുതൽ കൊടുക്കണം, സ്നേഹം മേടിക്കണം, കരുതൽ കൊടുക്കണം. എങ്കിൽ അത് ക്രൂശിന്റെ ശക്തിയാ.
മനസ്സിലായോ? അമ്മായിയപ്പൻ സുഖമില്ല, കൈയും കാലും വിറയ്ക്കുന്നു. മരുമകളെ, നിന്നെ ക്രൂശിൻ്റെ ശക്തി കൊണ്ട് ചൊവ്വ നോക്കണം, ഇത് തട്ടിപ്പോകട്ടെ നകത്ത് പ്രാർത്ഥിക്കരുത്. മനസ്സിലായോ? അമ്മായിയമ്മയ്ക്ക് എല്ലാ കറിയും ഇഷ്ടപ്പെടത്തില്ല, പ്രായമായതാ. അപ്പം നാക്കിലെ എൻസൈമൊക്കെ കുറഞ്ഞപ്പം എത്ര നല്ല കറി വെച്ച് കൊടുത്താലും കഴിക്കുന്നതൊക്കെ പറയുമ്പോൾ നീ ശവിക്കരുതേ. നിനക്ക് ക്രൂശിലെ സ്നേഹമുണ്ടോ? നിനക്ക് കരുതലുണ്ടോ? ക്രൂശിൻ്റെ പവർ സ്നേഹമായിട്ടും കരുതലായിട്ടും വീട്ടിലും പ്രവൃത്തിയിലും കാണിച്ചാൽ നോക്കിക്കേ, കർത്താവ് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ. അവരോടല്ല, നമ്മളോടാ. ക്രൂശിൽ കിടന്ന് പറഞ്ഞ രണ്ട് പർട്ടിക്കുലർ വ്യക്തികളോടല്ല, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടും എന്നോടുവാ. മനസ്സിലായോ? പ്രശ്നങ്ങൾ വരുമ്പം, ഭാരങ്ങൾ വരുമ്പം അകത്തൊരു ചിന്ത വരരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ക്രൂശ് അതാ, ചുമ്മാ അല്ല ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഈ കരുതൽ ലോകം തരുവോ? സ്വർണം കൊണ്ടൊരു കുരിശ് കഴുതലിട്ടാൽ ഇത് കിട്ടുമോ? അത് നല്ലതായിരിക്കും, പാപമൊന്നുമല്ല, ഒരു അഭിമാനമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കിട്ടുമോ? ഇല്ല. ഈ ക്രൂശിൻ്റെ ശക്തി നമ്മിലുണ്ടെങ്കിൽ നമ്മൾ കരുതും. ഈ ക്രൂശിൻ്റെ ശക്തി നമ്മിലുണ്ടെങ്കിൽ സ്നേഹം കുറയത്തില്ല. ജോലി പോയാലും രോഗം വന്നാലും ഭർത്താവിനോടും ഭാര്യയോടുള്ള സ്നേഹം കുറയത്തില്ല. മക്കളോടുള്ള സ്നേഹം കുറയത്തില്ല. മക്കൾക്ക് നല്ല നില വന്നാലും അപ്പനോടും അമ്മയോടുള്ള സ്നേഹവും കരുതലും കുറയത്തില്ലെങ്കിൽ എന്താ കാര്യം? ക്രൂശിൻ്റെ ശക്തിയുണ്ട്. ഇല്ലേ? ധാരാളം മാതാപിതാക്കൾ ദുഃഖിതരല്ലേ? മനോരമ കണ്ടോ? 24,000 മാതാപിതാക്കളായി അനാഥ മന്ദിരത്തിൽ കൊച്ചു കേരളത്തിൽ. കാരണങ്ങൾ പലതുമാകട്ടെ. 24,000 മാതാപിതാക്കൾ അനാഥാലയത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ നാട്ടിൻ്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതെ, ഒരു നല്ല ശതമാനം മാതാപിതാക്കൾ മക്കൾ സ്ഥലത്തില്ലാഞ്ഞിട്ടായിരിക്കും. അവർ അന്യരാജ്യത്ത് ജീവിതത്തിന് വേണ്ടി പോയവരാ. അവർ വന്നാൽ അവരുടെ വഴി കിട്ടും, അതിനവർ പേയ്മെൻറ്റ് കൊടുത്ത് നടത്തുന്നു. അത് ബെസ്റ്റാ. അല്ലാതെ അല്ലേ, അല്ലാത്ത മാതാപിതാക്കൾ മക്കൾ വെളിയിലായി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയവരുടെ മാർഗം തേടിപ്പോയതാ. ഇതിലെ തെക്ക് കൊടുക്കണമെങ്കിൽ ഒന്നും നടക്കത്തില്ല, അതിനാ പോയതവർ. അല്ലേ? അവിടെ പോയി വിദേശത്ത് പോയിരിക്കുന്നവർ ഒറ്റ വിദേശ മലയാളി ഫ്രീ ആയിട്ട് കാശ് മേടിക്കുന്നില്ല, രക്തം വേർപ്പാക്കിയ. അതാത് രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് അവരുടെ പണത്തിന് വിലയുണ്ട്. അപ്പോൾ അവരവരുടെ മാതാപിതാക്കളെ അപ്രോപ്രിയേറ്റഡ് ആക്കി ഇഷ്ടം പോലെ പണം കൊടുക്കുന്നു. അതല്ല, അല്ലാതെ ഒന്നുണ്ട്. ഏതാ? ഭാര്യയോട് പിണങ്ങാൻ കഴിയാതെ, ഭർത്താവിനോട് പിണങ്ങാൻ കഴിയാതെ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും കൊണ്ടാക്കുന്നവരില്ലേ? ഇല്ലേ? ക്രൈസ്തവ ലോകത്തിലില്ലേ? നമ്മുടെ ഇടയിലില്ലേ? എത്ര അമ്മച്ചിമാരുണ്ട്, എത്ര അപ്പച്ചന്മാരുണ്ട്. എന്താ? സ്നേഹം കൊടുക്കുന്നുണ്ടോ? സ്നേഹം മേടിക്കുന്നുണ്ടോ? പോട്ടെ, മക്കളുടെ ജോലി പോയി, അല്പനാളത്തേക്ക് വരുമാനമില്ല, സംഗതി അവിടെ തെറ്റിയില്ലേ? തീർന്നില്ലേ? നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് അസുഖം വന്നു, കൈ തളർന്നു പോയി, കാല് തളർന്നു പോയി, ജോലി ചെയ്യാൻ മേല, ജീവിതത്തിൻ്റെ ഒരു അറ്റാക്കാ. അതിനകത്ത് ക്രൂശിൻ്റെ സ്നേഹമുണ്ടോ? പ്രശംസിക്കുന്നത് രണ്ട് ക്രൂശിനെ കുറിച്ച് പാടുക മാത്രമല്ല ദൈവമക്കളെ, അനുഭവത്തിൽ പ്രശംസിക്കണം. ക്രൂശിലൊരു സന്ദേശമുണ്ട്. നീ ക്ഷീണിച്ചാലും, നിന്റെ രോഗം വന്നാലും, നിന്റെ സൗന്ദര്യം പോയാലും, നിന്റെ പണം പോയാലും ഞാൻ നിന്നെ കരുതും. ആരാ? കർത്താവ് കരുതുന്ന കാര്യമല്ല. എനിക്ക് ആരോഗ്യമുള്ളത്തോളം കാലം നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. ഞാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം നിന്നെ ശുശ്രൂഷിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ചിന്തിച്ച ദൈവമക്കളാ, നമ്മുടെ കൈ ചെടി ആൾക്കാക്കാൻ നമ്മൾ നോക്കുമോ? നമ്മളെ ശമ്പളം കൊടുത്ത് ആളിനെ വെച്ചല്ലേ ഇത് ചെയ്യുന്നത്? ക്രൂശിൻ്റെ സ്നേഹമുണ്ടോ? ഇത് സംഗതി നമ്മളെ അടിപൊളി പ്രസംഗം ഇപ്പോൾ സ്വർഗത്തിലോട്ടല്ല തന്നെ കയറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷം പറയില്ലേ? വിസ പറന്നു വരുന്നു, അവിടുന്ന് കാശ് വരുന്നു, അതൊക്കെ നല്ലതാ. റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിൽ പോകാനുള്ളവരാണോ? ക്രൂശിൽ പ്രശംസിക്കുന്നുണ്ടോ? ക്രൂശിൻ്റെ ശക്തി പ്രായോഗികമാക്കണം. 3 മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. ഒന്ന് ശാലം ബുദ്ധിശാലം കുറഞ്ഞതായിരിക്കും, ഒന്നിന് ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും. വേദോസ്തവം പറയുന്നത് സൗന്ദര്യം കുറവുള്ളവനെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ മാനം അണിയിക്കണം. നമ്മൾ തിരിച്ചാണോ? പ്രൈസ് ദി ലോർഡ്. ഞാനവിടെ നിൽക്കുകയാണ് തൽക്കാലം. അടുത്തത് എന്താണ് ഈ ക്രൂശിൻ്റെ ശക്തി? ഈ ക്രൂശ് കരുതൽ സ്നേഹവും മാത്രമല്ല, ഏറ്റവും വലിയ ശക്തി ഈ ലോകത്തിൻ്റെ ആകർഷണത്തിൽ നമ്മളെ ഡിറ്റാച്ച് ചെയ്യും ക്രൂശ്. വായിക്കാം, ഗലാത്യർ 2:20. ഇതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എന്താണ് ഈ ക്രൂശീകരണം? ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ക്രൂശിൽ പ്രശംസിക്കണമെങ്കിൽ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെടണം. ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടതില്ല, വാക്ക് കണ്ടോ? ഐ ആം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ
ക്രൂശിൻ്റെ സന്ദേശം നമ്മിൽ വരത്തുള്ളൂ. ക്രൂശിക്കപ്പെടണമെങ്കിൽ 2 വസ്തു വേണം. 1 ഒരു കുരിശ് വേണം, 2 ഒരു ശരീരം വേണം, 3 ആണി വേണം. ഇത് 3 ഇല്ലാതെ ക്രൂശിക്കപ്പെടാനൊക്കത്തില്ല. ക്രൂശിനൊരു ശരീരം വേണം, ഇല്ലേ? ഒരു തടി, ഒരു കുരിശ് വേണം, തടി കൊണ്ടുള്ളത്, അതാ വേണം തറക്കാൻ. ആണി വേണം. ഇത് 3 ഉണ്ട്. കേട്ടോണം എന്താന്ന്? സ്തോത്രം. പാപം ചെയ്യുവാൻ സാത്താൻ കൊണ്ടുവരുന്ന ശോധനയാകുന്ന ശരീരം. തെറ്റ് ചെയ്യുവാൻ, ആഴമായിട്ട് കേട്ടോണം, തെറ്റ് ചെയ്യുവാൻ, പാപം ചെയ്യുവാൻ, ലോകത്തിലേക്ക് നോക്കുവാൻ സാത്താൻ കൊണ്ടുതരുന്ന ചിന്തകളാണ് ശരീരം. പിന്മാറിപ്പോകുവാൻ, ആത്മീയത്തിൽ പുറകോട്ട് പോകാൻ, ആരാധനയ്ക്ക് സമയത്ത് വരാതിരിക്കാൻ വരുന്ന ചിന്തകളാണ് ശരീരം. കർത്താവിന് കൊടുക്കുവാൻ 500 കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ബാഗിലോട്ട് കൈ ഇടുമ്പം അത് 50 മാറ്റുന്നതാണ് ശരീരം. ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 500 രൂപ കൊടുക്കാൻ കഴിവുണ്ട്, കൊടുത്തിരിക്കണം. കാരണം എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 500 കൊടുക്കാമെന്ന് എൻ്റെ ആത്മാവ് പറയുമ്പം, വേറെ സയൻസ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. അതിന് പറയും നമ്മളെ നിയന്ത്രിക്കുന്ന 2-3 ഘടകങ്ങളുണ്ട്. ഇൻഫോറാ ടെമ്പറൽ പരിയറ്റൽ കോർട്ടക്സ് ബ്രോട്ട എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 500 കൊടുക്കാനുള്ള നമുക്കുണ്ട്. ശ്രദ്ധിച്ച്, 500 കൊടുക്കാനുണ്ട്. കാരണം 50,000 കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷം ഉണ്ട്, 500 ഒന്നുമില്ല. അപ്പം 500 കൊടുക്കാൻ ബാഗിലോട്ട് ഇടുമ്പം കയ്യിലെ വിരൽ 50 പോകുന്നതിൻ്റെ പേരാണ് തെറ്റ് ചെയ്യുവാനുള്ള അഭിനിവേശം. പാപം ചെയ്യുവാൻ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് ശരീരം. മനസ്സിലായോ? TV കണ്ടു 666 പവർ വിഷൻ, ജോൺ സാറിൻ്റെ അത് കണ്ടു, വെരി ഗുഡ് അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഹാർവെസ്റ്റ്, അതും കണ്ടു, വെരി ഗുഡ്. ഇപ്പുറത്ത് വേറൊന്നും കണ്ടു, അതും ഗുഡ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ആവേശം, ഇപ്പുറത്ത് ഒരു 2 ഞെക്കിയാൽ വേറൊരു സുർജാടി കാണാം. അതിൻ്റെ പേരാണ് പാപം ചെയ്യുവാൻ, തിന്മ ചെയ്യുവാൻ, ലോകത്തിൽ പോകുവാൻ നമ്മളുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ആവേശം. അതാണ് ശരീരം. ക്രൂശ് നമ്മളാരും കൊണ്ടുവരേണ്ട, പിശാച് കൊണ്ടുവരും. എന്നാ അറിയാവോ? അവസരം. എന്ത് തിന്മ ചെയ്യുവാൻ മനസ്സിൽ ചിന്ത വന്നോ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അന്നേരം ഓപ്പർച്യൂണിറ്റി അവൻ കൊണ്ടുവരും. അത് ചെയ്യാനുള്ള അവസരം അവൻ കൊണ്ടുവരും. ധൈര്യത്തോടെ നിങ്ങൾ തീർത്ത് പരിശോധിച്ചോ, ആരും കുഴച്ചിൽ കാണിക്കരുത്. ട്രൈ ചെയ്തു. ഒരു തെറ്റ് ചെയ്യാൻ, ഒരു തിന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സമയം അതിനുള്ള പറ്റിയ അവസരം കൊണ്ടുവരും. അതിനാ മലയാളത്തിൽ പറയുന്ന പഴഞ്ചൊല്ലെ, തേടിയ വള്ളി കാലേ ചുറ്റി. ഇതാണ് ഈ ക്രൂശിക്കപ്പെടാൻ പൗലോസ് പറയുന്നത്. കേട്ടോണം. തെറ്റ് ചെയ്യുവാൻ എന്നിൽ വരുന്ന അവസരങ്ങൾ, അഭിനിവേശങ്ങൾ, ഇംഗ്ലീഷിൽ പറയും ഡിസയർ. ഡിസയർ ഈസ് ദ ബോഡി, ഓപ്പർച്യൂണിറ്റി ഈസ് ദ ക്രോസ്. തെറ്റ് ചെയ്യുവാൻ എന്നിൽ വരുന്ന ആഗ്രഹങ്ങൾ, അഭിനിവേശങ്ങൾ, അതാകുന്ന ശരീരത്തെ സാത്താനാ ക്രൂശ് കൊണ്ടിരുന്നത്. അത് ചെയ്യാനുള്ള അവസരം. ആണി നമ്മൾ മേടിക്കണം. അത് ഇരുമ്പുകട നല്ല മേടിക്കേണ്ടത്, ആണി മേടിക്കണം. എന്താ അറിയാമോ? ഡിസയർ ഈസ് ദ ക്രോസ്, ഓപ്പർച്യൂണിറ്റി ഈസ് ദ ക്രോസ്, ഡിസയർ ഈസ് ദ ബോഡി. ആണി ഡിസിഷൻ, തീരുമാനം. ഇല്ല, ഞാനത് ചെയ്യത്തില്ല, ഞാനത് നോക്കത്തില്ല, എനിക്കത് വേണ്ട, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഹല്ലേലൂയ, ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ ശക്തി നമ്മിൽ നിൽക്കും. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്തരുത്. 1 സമാധാനം തരും. 2 ഈ ലോകത്തിൽ ജീവിക്കാൻ, തിന്മ നിറഞ്ഞ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന മുഴുവൻ എനർജിയും തരും. 3 പ്രൈസ് ദ ലോർഡ്. ഈ ക്രൂശ്, ഈ ലോകത്തിൻ്റെ മയത്വത്തിൽ ഞാൻ മുഴുകാതിരിപ്പാൻ എന്നെ എൻ്റെ കർത്താവിനോട് ക്രൂശിക്കപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ക്രൂശിൻ്റെ അനുഭവത്തിൽ കൂടി ക്രൂശിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ പവർ എനിക്ക് തരും. ഒരു ഡിസിഷൻ്റെ ആണിയുണ്ട്, ഞാനത് ചെയ്യത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം 4, ഈ ലോകം ഭയപ്പെടുന്ന ഒന്നുണ്ട്, സാത്താൻ്റെ ശക്തി.
സകലർക്കും ഭയമാ, ദൈവഭയത്തിന് ദൈവമക്കൾക്ക് ഭയമില്ല. 4 എന്താ? വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ തറച്ച് ജയോത്സവം കൊണ്ടാടി കർത്താവ്. കൊലോസ്യർ. ആ ക്രൂശിൻ്റെ ശക്തി, എനിക്കും തിന്മയുടെ മേൽ സാത്താൻ്റെ മേൽ ഒരു ജയമുണ്ട്. ഞാൻ അവനെ ഭയപ്പെടത്തില്ല, അവൻ എന്നെയാണ് പേടി. എനിക്ക് ആ ക്രൂശിലൊരു ശക്തിയുണ്ട്. ഈ ലോകത്തിൻ്റെ തിന്മയുടെയും ദുഷ്ടശക്തികളെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും സാത്താൻ്റെയും ശക്തികൾ എനിക്കേതുമില്ല. I am above that. കാരണം അതിനെ വെല്ലുന്നൊരു ശക്തി എൻ്റെ അകത്തുണ്ട്. ഒടുവിലായി പറയട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും ഒന്നിച്ചൊരു പാട്ടുണ്ട് ക്രൂശിനെ കുറിച്ച്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ എന്നെ വിലയ്ക്ക് മേടിച്ചു. ക്രൂശിലെ ശക്തിയുടെ പാട്ട് സ്വർഗത്തിൽ പോയി പാടാനുള്ളവരാ നമ്മൾ. നമുക്കതിനായിട്ടൊന്ന് ഒരുങ്ങാം. എനിക്കോ ക്രിസ്തുവിൻ്റെ ക്രൂശിലില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കാലം ഇവിടെ തീർന്നു. സകല ശാസ്ത്രങ്ങളും അടിവരയിട്ട് പറയുന്നു, ഈ തലമുറയോടെ മനുഷ്യ ജീവിതത്തിൻ്റെ സാധ്യത തീർന്നു.